ഹലോ ഓൾ, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 2 ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾ തൊട്ട് മുന്നത്തെ സെമ്മിൽ S4-ൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1 പഠിച്ചു വന്നവരാണ്. സോ അതിൻ്റെ തന്നെ കുറച്ചൊരു കണ്ടിന്യൂഷൻ തന്നെയാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 2 ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് വരുമ്പോൾ മൊഡ്യൂൾ 1-ൽ നമുക്ക് മെയിനായിട്ടും 2 പോർഷൻസ് ആണ് പഠിക്കാനുള്ളത്. എൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എർത്ത് പ്രഷർ എന്ന് പറഞ്ഞൊരു പോർഷനും പിന്നെ ഫൗണ്ടേഷൻ തിയറി എന്ന് പറഞ്ഞൊരു ചെറിയൊരു പോർഷനും. അപ്പോൾ ഇങ്ങനെ 2 പോർഷൻസ് ആയിട്ടാണ് നമ്മുടെ മൊഡ്യൂൾ 1 വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് സിലബസിലേക്ക് ഒന്ന് പോവാം. പിന്നെ ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് വരുന്നത് റീറ്റെയിനിങ് വാൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിലും അല്ലെങ്കിൽ നമ്മുടെ റോഡ് വേസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ സൈഡ് വേസിലുള്ള ഈ സോയിലിനെ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വാളാണ് റീറ്റെയിനിങ് വാൾ. അപ്പോൾ ഈ റീറ്റെയിനിങ് വാളിൽ വരുന്ന ഒരു മേജർ പ്രശ്നമാണ് ഈ ഒരു സോയിലിൻ്റെ പ്രഷർ. അത് കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട്. സോ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ഈ മൊഡ്യൂളിൽ നോക്കുന്നത്. പിന്നെ ഫൗണ്ടേഷനെ കുറിച്ച്, ഏത് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യണം, പിന്നെ അത് ഏതൊക്കെ കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ടോപ്പിക്കായ എർത്ത് പ്രഷറിലേക്ക് പോവാം. ഓക്കെ, എർത്ത് പ്രഷർ എന്ന് പറയുമ്പം ഇവിടെ എർത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി സോയിലിനെയാണ്. ഓക്കെ, സോയിലാണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അറിയാം എന്താണ് പ്രഷർ, അറിയാലോ. അപ്പോൾ സോയിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു ബേസിക് ടൈപ്പ് ഓഫ് പ്രഷറിനെയാണ് നമ്മൾ ആക്ച്വലി എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. അത് ബേസിക് ആയിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് നോക്കാം. എർത്ത് പ്രഷർ ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ സോയിൽ ഓൺ എ സ്ട്രക്ചർ ഓർ അനദർ മാസ് ഓഫ് സോയിൽ. അതായത് ഇപ്പോൾ സോയിൽ ഒറ്റയ്ക്കല്ല ഉണ്ടാവാം, ഒരുപാട് സോയിൽ മാസസ് ആയിട്ടാണ് ഇങ്ങനെ സോയിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഉണ്ടാവുക അല്ലേ, നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഈ ഒരു സോയില് അടുത്ത സോയിലിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സ്ട്രക്ചർ തൊട്ടടുത്തുണ്ടെങ്കിൽ അതിലേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ പല തരത്തിലാണ് നമ്മുടെ സോയിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ആക്ച്വലി എന്ത്, എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ തന്നെ അടുത്തൊരു കാറ്റഗറിയാണ് എന്ത്, ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ലാറ്ററൽ എർത്ത് പ്രഷർ. അപ്പോൾ ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുമ്പോൾ ഈ ടേം നമുക്ക് ത്രൂ ഔട്ട് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് കേൾക്കുന്ന ഒരു ടേമാണ് എന്ത്, ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ലാറ്ററൽ എർത്ത് പ്രഷർ അതെപ്പോഴും ഓർമ്മ ഉണ്ടാവണം. അതായത് ഒരു ഹൊറിസോണ്ടലായിട്ട് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് എന്ത്, ലാറ്ററൽ എർത്ത് പ്രഷർ. അപ്പോൾ നമ്മൾ ഈ ഒരു എർത്ത് പ്രഷർ മെയിനായിട്ട് വരുന്നത് നമ്മുടെ റീറ്റെയിനിങ് വാളിലാണ്. അപ്പോൾ ആ ഒരു റീറ്റെയിനിങ് വാൾ എപ്പോഴും മനസ്സിലുണ്ടായാൽ നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂൾ ഭയങ്കര ഈസി ആയിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതാണ് ഒരു റീറ്റെയിനിങ് വാൾ എന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനെ തൊട്ടടുത്തുകൊണ്ട് നമുക്കിവിടെ കുറേ സോയിൽ ഉണ്ടാവും. ഇതാണ് സോയിൽ. ഓക്കെ, അപ്പം ഈ സോയിൽ എന്ത് ചെയ്യും, ഈ വാളിലേക്ക്, ഇത് റീറ്റെയിനിങ് വാൾ. റീറ്റെയിനിങ് വാൾ എന്ന ടേം വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ, എന്തുകൊണ്ടാണ്? ഈ റീറ്റെയിനിങ് വാളിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ തൊട്ടപ്പുറത്തുള്ള സോയിലിനെ എന്ത് ചെയ്യുക, റീറ്റെയിൻ ചെയ്ത് നിർത്തുക. അതായത് അതിനെ കൺഫൈൻ ചെയ്ത് അതിന് താങ്ങി നിർത്തുക. അതാണ് ഈ റീറ്റെയിനിങ് വാളിൻ്റെ മെയിൻ എന്താ പറയുക ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി എന്ത്, ഒരു റീറ്റെയിനിങ് വാളിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു റീറ്റെയിനിങ് വാൾ ഉണ്ടാവും, അതിന് അഡ്ജസൻ്റ് ആയിട്ട് എന്തുണ്ടാവും, സോയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി എന്ത്, ലാറ്ററൽ എർത്ത് പ്രഷർ. അപ്പോൾ അതിൻ്റെ ഒരു റീറ്റെയിനിങ് വാളിൻ്റെ ഒരു ഫിഗർ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ വാൾസ്, സോയിലിന് അഡ്ജസൻ്റ് ആയിട്ട് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത വാൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റീറ്റെയിനിങ് വാൾ. അപ്പോൾ ഈ ഒരു കാര്യം നല്ല രീതിയിൽ മനസ്സിലാക്കുക, റീറ്റെയിനിങ് വാൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അത് അഡ്ജസൻ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സോയിൽ. ഇനി ഈ ഒരു സോയിലിനെ നമ്മൾ പറയുന്ന ടെക്നിക്കലി പറയുന്ന പേരാണ് ബാക്ക് ഫിൽ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്ക് ഫിൽ. അപ്പോൾ നമ്മൾ വെറുതെ ഇനി സോയിൽ വാൾ അങ്ങനെ ആവില്ല പറയാം. ആ ഒരു വാളിന് നമ്മൾ റീറ്റെയിനിങ് വാളെന്നും അതിന് അഡ്ജസൻ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സോയിലിനെ ബാക്ക് ഫിൽ എന്നാവും നമ്മൾ ഈ ഒരു മൊഡ്യൂൾ ത്രൂ ഔട്ട് പറയുന്നുണ്ടാവുക. സോ ആ ഒരു ടേംസ് രണ്ടും
ഓർത്തിരിക്കുക, അതൊരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത പോർഷനിലേക്ക് പോവാം. അതായത് ടൈപ്സ് ഓഫ് ലാറ്ററൽ എർത്ത് പ്രഷർ. അതായത് ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു റീറ്റെയിനിങ് വാള് നമ്മൾ കണ്ടല്ലോ അല്ലേ, റീറ്റെയിനിങ് വാള്, ഇത് ബാക്ക് ഫില് അല്ലേ. അപ്പം ഈ റീറ്റെയിനിങ് വാള് ഇപ്പുറത്തെ സൈഡിൽ സോയിലും ഉള്ള കാരണം അതിനൊരു പ്രത്യേക തരത്തിലുള്ള മോഷൻസ് ഉണ്ടാവും അല്ലേ. അതായത് അതിന് എവിടേക്കെങ്കിലും മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതായത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രഷർ നമുക്ക് എവിടെയെങ്കിലും, ഇപ്പോൾ ഈ ഒരു പ്രഷർ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പം ഈ പ്രഷർ കാരണം എൻ്റെ കൈ താഴേക്ക് താഴ്ന്നു പോകാനുള്ളൊരു ചാൻസ് ഇല്ലേ, അതെന്തുകൊണ്ടാണ്? അതായത് ആ ഒരു പ്രഷർ കാരണം എപ്പോഴും ഒരു മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ മൂവ്മെൻറ്റ് വരുമ്പം നമുക്ക് ഈ ഒരു എർത്ത് പ്രഷറിനെ 3 ടൈപ്സ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, പിന്നെ ആക്റ്റീവ് എർത്ത് പ്രഷർ, പാസീവ് എർത്ത് പ്രഷർ. ഓക്കെ, ഇതാണ് 3 ടൈപ്പ് ഓഫ് ലാറ്ററൽ എർത്ത് പ്രഷർ. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കും. അപ്പം ഈ ഒരു 3 ടൈപ്സ് എന്താണെന്ന് എപ്പോഴും ഓർമ്മ ഉണ്ടാവാം. പിന്നെ അതെന്താണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വരുന്നത് അതായത് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, അതെന്താണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ അതാ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റീറ്റെയിനിങ് വാളിൻ്റെ കേസ് തന്നെ വീണ്ടും എടുക്കുകയാണ്. ഇവിടെ ബാക്ക് ഫിൽ ഉണ്ട്, റീറ്റെയിനിങ് വാൾ ഉണ്ട് അല്ലേ. അപ്പം ഈ ഒരു റീറ്റെയിനിങ് വാളിൻ്റെ പ്രഷർ കാരണം ഓക്കെ, ഈ റീറ്റെയിനിങ് വാളിന് ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. ഓക്കെ, അതായത് ദിസ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ സോയിൽ വെൻ റീറ്റെയിനിങ് സ്ട്രക്ചർ ഈസ് റിജിഡ്. അതായത് റീറ്റെയിനിങ് സ്ട്രക്ചർ ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റും കൊടുക്കാതെ റിജിഡായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ സൈഡിലുള്ള എർത്ത് പ്രഷർ കാരണം ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റും ഈ റീറ്റെയിനിങ് വാളിന് വരുന്നില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് ഡിസൈൻ ഓഫ് ബ്രിഡ്ജ് അബട്ട്മെൻറ്റ്സ്. ഓക്കെ, ബ്രിഡ്ജ് അബട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും ബ്രിഡ്ജ് അബട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അതായത് കണ്ടോ, പല ടൈപ്പുള്ള അബട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ബ്രിഡ്ജ് അബട്ട്മെൻറ്റ് ഏതാ. അതായത് എന്താ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോക്കലി അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് അല്ലേ. അപ്പോൾ അവിടെ ഓൾറെഡി ഇരിക്കുന്ന സോയിലിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ആക്ച്വലി എന്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചറും സോയിലും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറാണ് ബ്രിഡ്ജ് അബട്ട്മെൻറ്റ്സ്. അതായത് സാധാരണ സ്റ്റീലോ അല്ലെങ്കിൽ വുഡൻ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽ വെച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ബ്രിഡ്ജ് അബട്ട്മെൻറ്റ്സ്. അപ്പോൾ ഈ ബ്രിഡ്ജ് അബട്ട്മെൻറ്റ്സ് എന്താണ്, മൂവ് ചെയ്യാൻ പാടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള, അപ്പോൾ ഇതിലൂടെ എന്തെങ്കിലും ഒരു വെഹിക്കിളൊക്കെ മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. വെഹിക്കിളൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഫോഴ്സോ വെഹിക്കിളോ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ബ്രിഡ്ജ് അബട്ട്മെൻറ്റ് മൂവ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, അതവിടെ റിജിഡായിട്ട് അതേപോലെ നിൽക്കണം അല്ലേ. അപ്പോൾ അതെന്താണ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് ചോദിച്ചാൽ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡെഫിനേഷൻ പറയാം. അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ബ്രിഡ്ജ് അബട്ട്മെൻറ്റ്സ് ആണ് അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ആക്റ്റീവ് എർത്ത് പ്രഷർ. ഓക്കെ, ഇതും അതുപോലെ നമ്മൾ ഫിഗർ വരയ്ക്കുമ്പം ഇത് ബാക്ക് ഫില്, ഇത് റീറ്റെയിനിങ് വാള് അല്ലേ. ഓക്കെ, അപ്പം ഇനി ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റീറ്റെയിനിങ് വാളും എർത്ത് പ്രഷറും കാരണം ഈ റീറ്റെയിനിങ് വാളിന് ഇവിടെ നിന്ന് പുറത്തേക്ക് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ഇതിൻ്റെ മൂവ്മെൻറ്റ്, അതായത് ഈ റീറ്റെയിനിങ് വാള് ഈ സൈഡിലേക്ക് മൂവ് ചെയ്യുക. അതായത് ആക്റ്റീവ് എർത്ത് പ്രഷർ ഒക്കേഴ്സ് വെൻ എ റീറ്റെയിനിങ് സ്ട്രെച്ചസ് മൂവ്സ് എവേ. ആ ടേം ഓർത്ത് വയ്ക്കുക, മൂവ്സ് എവേ ഫ്രം ദ സോയിൽ കോസിങ് ദ സോയിൽ ടു എക്സ്പാൻഡ്.
ഓക്കെ, അതായത് ഈ ബാക്ക് ഫില്ലിൻ്റെ പ്രഷർ കാരണം ഈ റീറ്റൈനിങ് വാള് ആ ബാക്ക് ഫില്ലിൽ നിന്നും അകന്നു പോകാനുള്ളൊരു ടെൻഡൻസിയാണ് കാണിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ എന്താ? നോർമലി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഓർഡിനറി റീറ്റൈനിങ് വാൾസ് ആണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡിനറി റീറ്റൈനിങ് വാൾ. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് താഴെ കൊടുത്തത്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാനാണെങ്കിൽ ഇപ്പം ഞാനിവിടെ വരച്ച ഈ ഒരു ഫിഗർ തന്നെ വരച്ചാൽ മതി. ഓക്കെ, ഇത് തന്നെ ആണ് ആക്ച്വലി എന്ത് ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ ഫിഗർ. കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് അല്ല, ആ മൂവ്മെൻറ്റ് കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ താഴെ കൊടുത്തത്. അപ്പോൾ അതാണ്, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. കോൺസെപ്റ്റ് ഇത്ര, ഈ ഒരു ആരോ മാർക്ക് കണ്ടില്ലേ, അത് അവിടെ കറക്റ്റ് കാണിച്ചാൽ മതി. പിന്നെ പോരാത്തതിന് എഴുതുമ്പോൾ മൂവ്സ് എവേ ഫ്രം ദ സോയിൽ, ആ കാര്യം കറക്റ്റായിട്ട് എഴുതാം. അപ്പോൾ ആക്റ്റീവ് എർത്ത് പ്രഷറിനുള്ള ഡെഫിനിഷനായി, അതിനുള്ളൊരു ഫിഗറായി. അതിന് എക്സാമ്പിളായിട്ട് ഓർഡിനറി റീറ്റൈനിങ് വാൾ. ഓർഡിനറി റീറ്റൈനിങ് വാൾ എന്താ, കുറച്ച് മുന്നേ ഞാൻ എടുക്കുമ്പോൾ തന്നെ ഇവിടെ കാണിച്ചു തന്നില്ലേ, ഇത് തന്നെയാണ് ഓർഡിനറി റീറ്റൈനിങ് വാൾ. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് കാണിച്ചു തരാനൊന്നുമില്ല, അത് തന്നെയാണ് എന്ത്, ഓർഡിനറി റീറ്റൈനിങ് വാൾ. അപ്പോൾ അതിൻ്റെ ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ എക്സാമ്പിളാണ് എന്ത്, ഓർഡിനറി റീറ്റൈനിങ് വാൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് പാസീവ് എർത്ത് പ്രഷറാണ്. ഓക്കെ, പാസീവ് എർത്ത് പ്രഷർ എന്ന് പറയുമ്പോൾ ഇതാ വാള്, ഇനി ബാക്ക് ഫില്ല്. ഓക്കെ, ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ബാക്ക് ഫിൽ എന്താ റീറ്റൈനിങ് വാൾ എന്താ എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇപ്പോൾ മനസ്സിലായി കാണില്ലേ എന്താണ് റീറ്റൈനിങ് വാൾ, എന്താണ് ബാക്ക് ഫിൽ എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിട്ടില്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഇതിൽ മറ്റേതിൽ എങ്ങനെയായിരുന്നു, എവേ ഫ്രം ദ ബാക്ക് ഫിൽ ആയിരുന്നു എന്ത്, വാൾ മൂവ് ചെയ്തത്. ഇവിടെ വാളിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ ബാക്ക് ഫിൽ ആണ്. കണ്ടോ, മൂവ്മെൻറ്റ് ഓഫ് വാൾ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദി മൂവ്മെൻറ്റ് ഓഫ് വാൾ. ഈ വാളിൻ്റെ മൂവ്മെൻറ്റ് ബാക്ക് ഫില്ലിൻ്റെ അടുത്തേക്കാണ്. ഓക്കെ, ആ കാര്യം ഓർത്ത് വയ്ക്കുക. ടുവേർഡ്സ് ദ ബാക്ക് ഫിൽ ആണെങ്കിൽ അതിൻ്റെ പേരാണ് പാസീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് രണ്ട് സ്ഥലത്താണ്, ഷീറ്റ് പൈൽസിലും ആങ്കർ ബ്ലോക്സിലും. ഓക്കെ, ഇപ്പോൾ ഷീറ്റ് പൈൽ എന്താ, ആങ്കർ ബ്ലോക്സ് എന്താ നോക്കാം. ഷീറ്റ് പൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോർമൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് വാട്ടറിനെയോ അല്ലെങ്കിൽ സോയിലിനെയൊക്കെ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് എന്ത്, ഷീറ്റ് പൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പാസീവ് എർത്ത് പ്രഷറിൻ്റെ ഒരു എക്സാമ്പിൾ. പിന്നെ വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ആങ്കർ ബ്ലോക്കാണ്. ആങ്കർ ബ്ലോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, അതായത് ഈ പൈപ്പ്സോ പെൻസ്റ്റോക്ക് പൈപ്പ് പോലത്തെ, അതായത് ഡാംസ് എന്നൊക്കെ വരുന്ന പൈപ്പ്സൊക്കെ അല്ലേ, അപ്പം അത് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഒരുപാട് ദൂരത്തേക്ക് എന്താണ് വാട്ടറിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, ഈ പെൻസ്റ്റോക്ക് പൈപ്പ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ പൈപ്പ്സിന് എന്താ, പലതരത്തിലുള്ള ഈ വാട്ടറിൻ്റെ ഫോഴ്സ് കാരണമൊക്കെ എന്താണ് ഒരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബ്ലോക്കിന്, അതായത് ആ ഒരു പൈപ്പിനെ അവിടെ ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്ലോക്കാണ് എന്ത്, ആങ്കർ ബ്ലോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. എക്സ്പ്ലെയിൻ ദ ടേം എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് അലോങ് വിത്ത് ദ പ്രാക്ടിക്കൽ എക്സാമ്പിൾ. എന്താ, നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചില്ലേ, അതൊക്കെ തന്നെയാണ് അല്ലേ. എന്താണ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു ഫിഗറും കൂടി വരച്ച് വെക്കാം. ഇവിടെ വേണമെങ്കിൽ നോ മൂവ്മെൻറ്റ് എന്ന് എഴുതാം. ഇവിടെ നോ മൂവ്മെൻറ്റ് ഓഫ് വാൾ. ഓക്കെ, ഇത് റീറ്റൈനിങ് വാളാണെന്നും ഇത് എന്താണ് ബാക്ക് ഫിൽ ആണെന്നൊക്കെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെന്താ, എക്സ്പ്ലെയിൻ ദ ടേം എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് അലോങ് വിത്ത് പ്രാക്ടിക്കൽ എക്സാമ്പിൾ. അതും ഇത് തന്നെയല്ലേ. ഓക്കെ, പിന്നെന്താ, ലാറ്ററൽ എർത്ത് പ്രഷർ എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ എന്താ, ഡിഫറെൻറ്റ് ടൈപ്സ് പറയുമ്പോൾ ആദ്യം ലാറ്ററൽ എർത്ത് പ്രഷർ എന്താണെന്ന് പറയാം, പിന്നെ 3 എക്സാമ്പിൾസ് പറയാം. ഓക്കെ,
അതിൻ്റെ ടൈപ്സ് പറയാം, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 7 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിച്ചത്. അപ്പോൾ സിമ്പിളായിട്ട് എഴുതാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോവാണ്, അതായത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ടു ഫൈൻഡ് എർത്ത് പ്രഷർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കാണാതെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതായത് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് P0 എന്ന ഒരു സിമ്പൽ വെച്ചിട്ടാണ്. P0 എന്ന് പറഞ്ഞാൽ അതെന്താണ്? എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് ഈസ് ഇക്വൽ ടു K0 ഇൻറ്റു സിഗ്മ പി. ഓക്കെ, ഈ കാര്യം ഒരിക്കലും മറക്കരുത്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൊഡ്യൂളിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു ഇക്വേഷനാണിത്. P0 ഈസ് ഇക്വൽ ടു K0 ഇൻറ്റു സിഗ്മ വി. ഓക്കെ, അപ്പോൾ K0 എന്താ എന്ന് നോക്കാം. P0 എന്ന് പറഞ്ഞാൽ എന്താ? എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. K0 എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. ഓക്കെ, അതാണ് K0 എന്ന് പറയുന്നത്. ഇനി സിഗ്മ വി എന്ന് പറഞ്ഞാൽ എന്താ? എഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ്. എഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് ആണ് എന്ത്? സിഗ്മ വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വെർട്ടിക്കൽ സ്ട്രെസ് എന്താണെന്ന് നമ്മൾ ജിയോ ടെക്നിക്കൽ 1 പഠിച്ചിട്ടുണ്ട്. എന്താണ്? യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഡെപ്ത് ആണ്. ഓക്കെ, അതെന്താന്ന് ഇവിടെ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ ഗാമ എന്താ? യൂണിറ്റ് വെയിറ്റ്. സെഡ് അത് എത്ര ഡെപ്തിലാണ് എന്ന് കാണിക്കുന്നതാണ് അവിടെ കാണിച്ച സെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി ഈ K0 നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ തരുന്നുണ്ടാവില്ല. അപ്പോൾ അതിന് പകരം K0 പകരം നമുക്ക് ക്വസ്റ്റ്യൻ തരിക അപ്പോൾ ഫൈ ആണ്. ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ. അപ്പോൾ ഫൈ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ നമ്മൾ അപ്പോൾ യൂസ് ചെയ്യേണ്ടത് ഇക്വേഷൻ എന്ന് വെച്ചാൽ K0 ഈസ് ഈക്വൽ ടു 1 മൈനസ് ഫൈ. ഈ ഇക്വേഷനാണ് നമ്മളെപ്പം നമുക്ക് ഫൈ ആണ് തരുന്നതെങ്കിൽ, അപ്പോൾ ഈ ഇക്വേഷൻ മറക്കരുത്. ഫൈ ആണ് തരുന്നതെങ്കിൽ K0 കാണേണ്ട ഇക്വേഷൻ ഇതാണ്. ഇനി അടുത്തത്, ഇതിന് പകരം നമുക്ക് പോയ്സൺസ് റേഷ്യോ ആണ് തരുന്നത് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ പോയ്സൺസ് റേഷ്യോ ആണ് തരുന്നതെങ്കിൽ നമ്മളപ്പം K0 കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂ ബൈ 1 മൈനസ് ന്യൂ. ഓക്കെ, ഈ 2 ഇക്വേഷൻസും പഠിക്കേണ്ടതാണ്. അത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫൈ ആണ് തരുന്നതെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുക, ന്യൂ ആണ് തരുന്നതെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് എന്താണ്? ഈസി ആയിട്ട് ഈ P0 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ന്യൂമറിക്കലാണ് വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഇത് വരുമ്പോൾ എങ്ങനെ അത് ചെയ്യാം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. എ റീറ്റെയിനിങ് വാൾ ഹാവിങ് 5 meter height supports a cohesionless backfill. The soil has a specific gravity 2.7 and void ratio 0.74. Determine the earth pressure developed if the movement of retaining wall is not allowed. ഓക്കെ, അപ്പോൾ ഇവിടെ തന്ന ടേംസ് നോക്കാം. അതായത് മൂവ്മെൻറ്റ് ഓഫ് റീറ്റെയിനിങ് വാൾ ഈസ് നോട്ട് അലൗഡ് അങ്ങനെ പറഞ്ഞാൽ എന്ത് കേസാണ്? 3 കേസ് പഠിച്ചു. റീറ്റെയിനിങ് വാൾ മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ അതെന്ത് കേസാണ്? അപ്പോൾ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. ഓക്കെ, അത് മനസ്സിലായില്ലേ? അപ്പോൾ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് ആണത്. ഓക്കെ, ഇനി റീറ്റെയിനിങ് വാൾ ഹാവിങ് എ ഹൈറ്റ് 5 meter തന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് വേറെ തന്നത്? ഹൈറ്റ് ഈക്വൽ ടു
5 മീറ്റർ. ഇനി ജി എന്ന് പറയുന്നത് 2.7 ആണ്. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഇ അല്ലേ? നമ്മൾ പഠിച്ചതാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1-ൽ 0.74. ഓക്കെ. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് എർത്ത് പ്രഷർ അതെന്താണ്? നേരത്തെ നമ്മൾ ഡിനോട്ട് ചെയ്തത് K0 എന്നാണ് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ K0 എന്താണ്? 0.5 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് കാണേണ്ട സംഭവം എന്താണ്? എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് ആണ് കാണേണ്ടത്. അപ്പം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P0 = K0 × σv അല്ലേ? അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അപ്പം ഈ സിഗ്മ വിന് പകരം നമ്മൾ എന്താണ് സിഗ്മ വി എന്താ നമ്മൾ അവിടെ പഠിച്ചു? K0 × യൂണിറ്റ് വെയിറ്റ് × സെഡ് അല്ലേ? K0 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 0.5 ആണ് തന്നിട്ടുണ്ട്. പിന്നെ സെഡ് എത്ര ഡെപ്ത്, അതായത് സെഡ് പറഞ്ഞാൽ ആ റീറ്റെയിനിങ് വാളിൻ്റെ ഹൈറ്റ് അത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 5 മീറ്റർ. അതായത് സോയിൽ എവിടേക്കാണ് സോയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഈ റീറ്റെയിനിങ് വാളിന് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് സോയിൽ നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ സെഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഹൈറ്റ് തന്നെയാണ്. അപ്പം K0 നമുക്ക് എന്ത് കിട്ടും? 0.5 ഇവിടെ തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്യാം. ഇനി കണ്ടുപിടിക്കേണ്ട കാര്യമാണ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ അത് നമ്മൾ S4-ൽ പഠിച്ച ഇക്വേഷനാണ്. അപ്പോൾ നമുക്കതിവിടെ നോക്കാം ഒന്നുകൂടി. ഗാമ = G gamma W by 1 + E. ഓക്കെ. ഈ ഇക്വേഷൻ നമുക്ക് S4-ൽ മാത്രമല്ല ഇനിയും ഇതിൽ ഒരുപാട് റീറ്റെയിനിങ് വാളിൻ്റെ പ്രോബ്ലംസ് വരും. അപ്പോൾ എല്ലാം നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പം ഗാമ = G എന്ന് പറയുന്നത് എത്രയാ? 2.7 അല്ലേ? തന്നിട്ടുണ്ട്. ഇനി യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു വാല്യൂ ആണ്. എത്രയാണ്? 9.81. അത് ക്വസ്റ്റ്യനിൽ തരണമെന്നില്ല, പക്ഷെ നമ്മളത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട വാല്യൂ തന്നെയാണ്. ക്വസ്റ്റ്യനിൽ ഈ ഇക്വേഷനും അതുപോലെ തന്നെയാണ്, നമുക്ക് തരുമൊന്നുമില്ല, നമ്മളത് ഓർത്ത് വെക്കേണ്ടതാണ് എപ്പോഴും. G gamma W by 1 + E എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഇനി എന്താ വേണ്ടത്? G gamma W divided by 1 + E എന്താന്ന് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? 0.74. E എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ 0.74. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പം കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 15.22. യൂണിറ്റ് വെയ്റ്റിൻ്റെ യൂണിറ്റ് എന്താ? kN/m³. അത്രയും kN/m³ എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഗാമ കിട്ടിയല്ലോ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 15.22 ഇൻറ്റു ഹൈറ്റ് ഓഫ് റീറ്റെയിനിങ് വാൾ എത്രയാണ്? 5 മീറ്റർ ആണ് അല്ലേ? അപ്പം ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 38.05 kN/m² നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ. ഇനി ഈ കിട്ടിയത് എർത്ത് പ്രഷറാണ്. അതായത് സെറ്റ് ഡെപ്തിൽ ഇത് ഫുള്ളാണ് 5 മീറ്റർ. ഈ സെറ്റ് ഡെപ്തിൽ താഴെ കാണുന്ന ആ ഒരു പ്രഷറാണ് ആക്ച്വലി എന്ത്? 38.05 എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പിൽ എന്താവും? 0 ആയിരിക്കും. കാരണം എന്താ? അറ്റ് ടോപ്പ് സെഡ് എന്താണ്? ടോപ്പിൽ എന്താണ് സെഡ്? 0 ആണ് അല്ലേ? ഈ ടോപ്പിൽ നിന്നാണ് നമ്മൾ ഹൈറ്റ് എപ്പോഴും മെഷർ ചെയ്യുക. അപ്പോൾ ടോപ്പിൽ എന്താണ്? 0 കിട്ടി. താഴേട്ട് വരുമ്പോഴേക്കും ഹൈറ്റ് കൂടി 5 മീറ്ററായി. അപ്പോൾ ടോപ്പിൽ സെഡ് 0 ആയ കാരണം P0 എന്തായിരിക്കും? 0 ആയിരിക്കും. അറ്റ് ബോട്ടം സെഡ് = 5-ൽ P0 = 38.05 kN/m². ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കണം. എന്താണ് എർത്ത് പ്രഷർ ഡയഗ്രാം എന്ന് പറഞ്ഞുതരാം. അതായത് എർത്ത് പ്രഷർ ഡയഗ്രാം എന്ന് പറയുമ്പം ഈ ഒരു റീറ്റെയിനിങ് വാളിനെ അങ്ങനെ തന്നെ വരയ്ക്കാം. ഓക്കെ. ഇനി എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ലൈൻ വരയ്ക്കാം.
എന്നിട്ട് ഒന്നുമില്ല, ഈ ലൈന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ എർത്ത് പ്രഷർ ഓരോ പോയിന്റും എത്രയാന്ന് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ റീറ്റെയിനിങ് വാളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാ? 5 മീറ്റർ ആണ് അല്ലേ? അപ്പോൾ ടോപ്പിൽ എത്രയാണ് നമുക്ക് വന്നത് എർത്ത് പ്രഷർ? 0 വന്നു. ഇനി ബോട്ടത്തിൽ നമുക്ക് എത്ര കിട്ടി? 38.05. അത് നമ്മളിവിടെ ബോട്ടത്തിൽ മാർക്ക് ചെയ്യും, 38.05 എന്ന് മാർക്ക് ചെയ്യും. ടോപ്പിൽ 0, ഈ 38.05, ഇത്രയും കിട്ടിയില്ലേ? ഇനി ഇതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ കിട്ടുന്നതാണ് എന്ത്? ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് അത്രയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഏരിയ, അതായത് നമുക്ക് കിട്ടിയ ഈ ഒരു സംഭവം ഇതെന്താണ് ആക്ച്വലി? എർത്ത് പ്രഷർ ഡയഗ്രാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഏരിയ ആണ് ആക്ച്വലി എന്ത്? ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയ ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ വരിക? ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ എന്താണ്? 1/2 ഇൻറ്റു ബീച്ച്. അപ്പോൾ 1/2 ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് എന്താ വരുന്നത്? റീറ്റെയിനിങ് വാളിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് നമ്മളെപ്പോഴും എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്താ? റീറ്റെയിനിങ് വാളിൻ്റെ ഹൈറ്റ് തന്നെ, അത് എത്രയാണ്? 5 മീറ്റർ ഇൻറ്റു ആ ഒരു പ്രഷർ എത്രയാ? 38.05 അല്ലേ? അപ്പോൾ ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? 95.125 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, നമുക്ക് നേരത്തെ കിട്ടി 38.05 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരുന്നു അല്ലേ? അതായത് യൂണിറ്റ് വെയ്റ്റിനെ വീണ്ടും ഇൻറ്റു മീറ്റർ വെച്ച്, യൂണിറ്റ് വെയ്റ്റിൻ്റെ യൂണിറ്റ് എന്താ? കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അതിനെ വീണ്ടും നമ്മൾ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു? ഒരു ഡെപ്ത് പറയുമ്പോൾ മീറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? മീറ്ററും കട്ടായി പോയിട്ട് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ യൂണിറ്റ് കിട്ടി. ഇനി ഇതേ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ ഇൻറ്റു എന്തുകൊണ്ടാ? വീണ്ടും ഈ ഒരു ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള യൂണിറ്റ് കിട്ടും. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ കാര്യം മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞതാണ്. അപ്പോൾ യൂണിറ്റ് ഇത്രയാണ് വരിക എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ടോട്ടൽ എർത്ത് പ്രഷർ. ഇനി ഇതിൻ്റെ പോയിന്റ് ഓഫ് അപ്ലിക്കേഷനും കൂടി നമുക്ക് കാണാനുണ്ട്. പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ എപ്പോഴും വരിക അതിൻ്റെ സെൻട്രോയിഡിലാണ്. അതായത് അതായത് ആ ഒരു എർത്ത് പ്രഷർ ഡയഗ്രത്തിൻ്റെ ബേസിൽ നിന്നാണ് നമ്മൾ എന്ത് പറയുക? പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് എർത്ത് പ്രഷർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ എവിടെയാണ് വരിക എന്ന് പറയുമോ? ഇതിൻ്റെ h/3 ഹൈറ്റ്, അതായത് ബേസിൽ നിന്ന് h/3 വരുമ്പോഴാണ് എന്ത് വരിക? അതിന് പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ വരിക ഈ ഒരു h/3, ഈ ഒരു ഹൈറ്റ്. h/3 ബേസിൽ നിന്ന് h/3 ഹൈറ്റിലാണ് എന്ത് വരിക? പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ വരിക. അപ്പം പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് h/3 ഫ്രം ദ ബേസ്. h/3 എന്ന് പറയുമ്പോൾ എന്താ വരിക? ടോട്ടൽ ഹൈറ്റ് ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഹൈറ്റ് എത്രയാ? 5. അപ്പോൾ 5/3 എത്രയാ? 1.67 മീറ്റർ. അപ്പോൾ ഈ ഒരു നമുക്ക് കിട്ടിയ ഫൈനൽ ആൻസറിനെ ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ദി ടോട്ടൽ പ്രഷർ അറ്റ് റെസ്റ്റ് ഈസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 95 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആൻഡ് at 1.67 meter above base of
റീറ്റെയിനിങ് വാൾ. ഇത്രയും കാര്യം എഴുതി വേണം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അവസാനിപ്പിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം, എന്നിട്ട് ഏത് കണ്ടീഷനാണെന്ന് നോക്കുക, ഇക്വേഷൻ എഴുതാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ തന്ന കാര്യങ്ങൾ ഓരോന്നോരോന്ന് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ടോപ്പിലാണെങ്കിൽ അത് 0 ആയിരിക്കണം. ടോപ്പിൽ ഏതൊരു കേസിലാണെങ്കിലും ടോപ്പിൽ 0 ആയിരിക്കില്ല എർത്ത് പ്രഷർ. എന്തുകൊണ്ടാണ്, നമുക്കവിടെ ഡെപ്ത് ഇല്ല. അപ്പോൾ സെറ്റ് 0 ആണ്. സെറ്റ് 0 ആണെങ്കിൽ എന്താണ്, എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് ടോപ്പിൽ 0 ആയിരിക്കും. ബോട്ടത്തിൽ എന്താ വരിക, ആ റീറ്റെയിനിങ് വാളിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. ഇനി അത് വെച്ചിട്ട് ആ കിട്ടിയ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് വരയ്ക്കും, എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കും. എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കും. അങ്ങനെ അത് വരച്ചതിന് ശേഷം അതിൻ്റെ ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് ആ ഒരു ഗ്രാഫിൻ്റെ, അതായത് എർത്ത് പ്രഷർ ഡയഗ്രത്തിൻ്റെ ഏരിയ ആയിരിക്കും എന്ത്, ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെൻട്രോയിഡ് ആണ്. നമുക്കിപ്പോൾ കിട്ടിയത് ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ളൊരു എർത്ത് പ്രഷർ ഡയഗ്രാമാണ്. അപ്പോൾ അതിന് സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ h/3 ഫ്രം ദ ബേസ് വരും. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഫൈനലായിട്ട് അതൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിയും. ഇനി അടുത്തത്, ഈ ഒരു എർത്ത് പ്രഷറിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് 2 തിയറി നമുക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ റാങ്കൈൻസ് തിയറി, ദെൻ കൂളോംസ് തിയറി. അപ്പം റാങ്കൈൻസ് തിയറിയാണ് കുറച്ചും കൂടി ഈസിയും നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതായിട്ടുള്ള തിയറി റാങ്കൈൻസ് തിയറിയാണ്. കൂളോംസ് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത് റാങ്കൈൻസ് തിയറി വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ആ തിയറി എന്ന് നോക്കാം. ആ തിയറി എന്താന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ബേസിക് അസംഷൻസ് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു പോർഷനാണ് ഈ അസംഷൻസ് പറയുന്നത്. അതായത് ഒരു സോയിൽ എലമെൻറ്റ് അതിൻ്റെ ഇക്വിലിബ്രിയത്തിലാണ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, സോയിൽ എലമെൻറ്റിന് മുന്നേ നമുക്ക് ആദ്യം അസംഷൻസ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ അസംഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സോയിൽ മാസ് ഈസ് ഹോമോജീനസ് ആൻഡ് സെമി ഇൻഫൈനൈറ്റ്. ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നമ്മൾ റീറ്റെയിനിങ് വാളിൽ തന്നെയാണ് എന്ത് പറയുന്നത്, ഈ റാങ്കൈൻസ് തിയറി പറയുന്നത് അല്ലേ. അപ്പം ഈ ഒരു റീറ്റെയിനിങ് വാളിൽ ഇവിടെ കിടക്കുന്ന ഈ ഒരു സോയില്, ബാക്ക് ഫില്ല് കാണുന്ന ഈ ഒരു സോയിൽ ഹോമോജീനസ് ആണ്. അതായത് ഈ സോയിലിൻ്റെ ഏതൊരു പർട്ടിക്കുലർ ഏരിയ, അതായത് കുറച്ച് സോയിൽ ഇവിടെ നിന്ന് എടുത്താലും കുറച്ച് സോയിൽ ഇവിടെ നിന്ന് എടുത്താലും എവിടെ നിന്ന് എടുത്താലും അതിൻ്റെ കോമ്പോസിഷൻ സെയിം ആണ്. അതാണ് എന്ത്, ഹോമോജീനസ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം. ഓക്കെ, പിന്നെ സെമി ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളൊരു എർത്ത്, ഇതാണ് നമ്മുടെ എർത്ത് വിചാരിക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ വളരെ വാസ്റ്റാണ്. എന്ത്, ഈ ഒരു ഡെപ്ത് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയ വളരെ വാസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു സോയിൽ എന്ന് പറയുമ്പോൾ ഒരു വോളിയം ആയിട്ടാണല്ലേ ഒക്യുപ്പൈ ചെയ്യുക. വോളിയം എന്ന് പറയുമ്പോൾ L/B/H. നിങ്ങൾക്ക് സെമി ഇൻഫൈനൈറ്റ് എന്നുള്ള ടേം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എഴുതിയാൽ മാത്രം മതി, സെമി ഇൻഫൈനൈറ്റ് ആണോ ഹോമോജനസ് ആണ്, അത് എന്താണെന്നൊന്നും കൂടുതൽ എന്താ പറയുക എഴുതേണ്ടെന്ന് ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ L/B/H എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും വളരെ വാസ്റ്റാണ് എർത്തിൻ്റെ. എന്തിനെ, ഈ എച്ചിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ. അതാണ് സെമി ഇൻഫൈനൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും മാത്രം മനസ്സിലാക്കാം. പിന്നെ സോയിൽ ഡ്രൈ സ്റ്റേറ്റിലാണ്. അതായത് സോയിൽ എന്തൊക്കെ സ്റ്റേറ്റിൽ ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്, ഒന്നുകിൽ ഡ്രൈ ആയിട്ട്, അല്ലെങ്കിൽ പാർഷ്യലി സാച്ചുറേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ട്. അങ്ങനെ 3 സ്റ്റേജിലും നമുക്ക് സോയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ സോയിലിനെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആണ് എന്നുള്ള ഒരു കാര്യം അസ്യൂം ചെയ്തിട്ടാണ് ഈ തിയറി പറയുന്നത്. ഹോമോജീനസ് ആണ്, സെമി ഇൻഫൈനൈറ്റ് ആണ്, ഡ്രൈ ആണ്, കൊഹഷൻ ലെസ് ആണ്. കൊഹഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. അപ്പോൾ അങ്ങനെ കൊഹഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇല്ലാത്ത ടൈപ്പ് സോയിലാണ് നമ്മൾ എന്ത്, റാങ്കൈൻസ് തിയറി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ അടുത്ത അസംഷൻ. പിന്നെ വരുന്ന അസംഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സർഫസ് എപ്പോഴും പ്ലെയിൻ ആണ്. ഓക്കെ, ഗ്രൗണ്ട് സർഫസ് എപ്പോഴും പ്ലെയിൻ ആണ്. അതായത്
നമ്മൾ ഇവിടെ വരച്ച ഈ റീറ്റെയിനിങ് വാളിൻ്റെ ഈ സൈഡ് കണ്ടോ, അതെപ്പോഴും പ്ലെയിൻ ആണെന്ന് വേണം അസ്യൂം ചെയ്യാൻ. പ്ലെയിനും ഹൊറിസോണ്ടലാണെന്ന് അസ്യൂം ചെയ്യണം. അതായത് അത് ഇൻലൈൻ ആയിട്ടൊന്നും വരാൻ പാടില്ല. ഹൊറിസോണ്ടലാണെങ്കിൽ മാത്രമാണ് ഈ റാങ്കൈൻസ് തിയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബാക്ക് ഓഫ് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് സ്മൂത്ത് ആൻഡ് വെർട്ടിക്കൽ ആണ്. അതായത് നമ്മൾ ഇത്രയും നേരം വരച്ച റീറ്റെയിനിങ് വാളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ എപ്പോഴും വെർട്ടിക്കലായിട്ടാണ് വരച്ചത് അല്ലേ. അപ്പോൾ അതൊരു മെയിൻ അസംഷനാണ്. ഓക്കെ, പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ, പ്ലെയിൻ ആണ്, സോറി, സ്മൂത്ത് ആൻഡ് വെർട്ടിക്കൽ ആണ്, അതും ഒരു അസംഷനാണ്. പിന്നെ സോയിൽ ഈസ് ഇൻ സ്റ്റേറ്റ് ഓഫ് പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം. പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അതൊരു ഫെയിലിയറിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ് സോയിൽ നിൽക്കുന്നത്. അതായത് സോയിൽ ഈസ് ഇൻ വേർഡ്സ് ഓഫ് ഫെയിലിയർ അല്ലേ. അതായത് ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വലി നമ്മൾ ഈ വാളിൻ്റെ മൂവ്മെൻറ്റ് ഈ സൈഡിലേക്ക് പോവുകയാണെങ്കിലാണ് നമ്മൾ ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പഠിച്ചത് അല്ലേ. അപ്പോൾ ആക്ച്വലി സോയിലിന് എന്താ സംഭവിക്കുന്നത്, സോയിലിന് അവിടെ ഒരു ഫെയിലിയർ സംഭവിക്കുകയാണ്. അതായത് സോയിൽ അവിടുന്ന് മൂവ് ചെയ്ത് പോകാനുള്ളൊരു ടെൻഡൻസിയാണ് സോയിലിന് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ഫെയിലിയർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഈ അസംഷൻസ് അങ്ങനെ തന്നെ പഠിക്കാം. നമുക്ക് എക്സാമിന് കണ്ടോ ലിസ്റ്റ് ദ അസംഷൻസ് ഓഫ് റാങ്കൈൻസ് എർത്ത് പ്രഷർ തിയറി, അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി എന്തൊക്കെയാണെന്ന് അസംഷൻസ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് എഴുതാവുന്നതേ ഉള്ളൂ. ഈ പ്രോബ്ലംസ് വരുമ്പോൾ കൂടുതൽ അസംഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് ബോധമുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ അസംഷൻസ് മനസ്സിൽ ബൈഹാർട്ട് ആവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത്, ഇനി ആക്റ്റീവ് എർത്ത് പ്രഷർ നമുക്ക് റാങ്കൈൻസ് തിയറി വെച്ച് എങ്ങനെ പറയാമെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു റീറ്റെയിനിങ് വാളാണ്. ഇനി ആ റീറ്റെയിനിങ് വാളിൽ ഒരു സോയിൽ എലമെൻറ്റ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇതൊരു സോയിൽ എലമെൻ്റ് ആണ്. അപ്പോൾ ഈ സോയിൽ എലമെൻറ്റിന് വെർട്ടിക്കലായിട്ട് ഒരു സിഗ്മ വി എന്ന് പറഞ്ഞൊരു എന്തുണ്ടാവും, വെർട്ടിക്കൽ സ്ട്രെസ്സും ഉണ്ടാവും. പോരാത്തതിന് അതിനൊരു ഹൊറിസോണ്ടൽ സ്ട്രെസ്സും ഉണ്ടാവും, സിഗ്മ എച്ച് എന്ന് പറഞ്ഞിട്ട്. ഇത്രയും കാര്യം മനസ്സിലായോ? ഒരു സോയിൽ എലിമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനൊരു വെർട്ടിക്കൽ സ്ട്രെസ്സും ഉണ്ടാവും, ഹൊറിസോണ്ടൽ സ്ട്രെസ്സും ഉണ്ടാവും. ഇനി ഈ ഒരു സോയിൽ എലിമെൻറ്റ് ഒരു സെറ്റ് ഡെപ്തിലാണ് കിടക്കുന്നത് എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സെറ്റ് ഡെപ്തിലാണ് എന്ന് അസ്യൂം ചെയ്യാം. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ ഒരു സിഗ്മ എച്ച് എന്ന് പറയുന്നത് മിനിമം വാല്യൂവിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ആക്റ്റീവ് എർത്ത് പ്രഷർ മീൻ ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരുപാട് സോയിൽ ഉണ്ട് അല്ലേ. ഈ സോയിലിൻ്റെ പ്രഷർ കാരണം റീറ്റെയിനിങ് വാൾ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ ഈ സോയിലിന് എന്താ സംഭവിക്കുന്നത്, ആ ഒരു അത്രയും സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്ന സോയിലിന് പ്രഷർ കുറഞ്ഞ് വരികയാണ് അല്ലേ. അപ്പോൾ എർത്ത് പ്രഷർ എന്താണ് അവിടെ സംഭവിക്കുന്നത്, കുറഞ്ഞ് വരികയാണ്. അപ്പോൾ നിങ്ങൾ മോഹേഴ്സ് കൂളോംസ് തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, കൂളോംസ് തിയറി പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതായത് ഇതാണ് നമ്മുടെ ഒരു നോർമൽ സോയിലിൻ്റെ എന്ത് പറയുന്നത്, ഒരു കൂളോംസ് മോഹേഴ്സ് സർക്കിൾ എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കാം. ഇനി അതിൻ്റെ സിഗ്മ വി എന്ന് പറയുന്നത് ഇതും, സിഗ്മ എച്ച് അതായത് ഹൊറിസോണ്ടൽ സ്ട്രെസ് ഇപ്പുറത്തെ സൈഡിൽ കാണിച്ചതും വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സൈഡിൽ കാണിച്ചതാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിവിടെ അതായത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ളത് എന്താണ്, സിഗ്മ എച്ച് ആണ് അല്ലേ. ഇനി നമ്മൾ പറയുന്ന ഈ ആക്റ്റീവ് എർത്ത് പ്രഷർ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്, ഈ സിഗ്മ എച്ച് അതായത് സിഗ്മ എച്ച് ഡിക്രീസസ് its value to minimum value. Okay, sigma h decreases its value to minimum value നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം ഈ സിഗ്മ എച്ച് കുറഞ്ഞ് നമ്മുടെ ഈ ഒരു ഫെയിലിയർ എൻവലപ്പിൽ ടച്ച് ചെയ്യും.
ഇതാണ് നമ്മുടെ ഫെയിലിയർ എൻവലപ്പ്. ആ ഫെയിലിയർ എൻവലപ്പായിട്ട് ടച്ച് ചെയ്യുന്ന ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഈ ഒരു സർക്കിളാണ് ആക്ച്വലി എന്ത്, ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ കൂളോംസ് മോഹസ് സർക്കിൾ. അപ്പം അതിനെ വെച്ചിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഇവിടെ ഒരു ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് ആ ഒരു കണ്ടീഷനിൽ എങ്ങനെ നമ്മുടെ ഇത് ആക്ച്വലി ആ ഒരു സർക്കിളില്ലേ, ഈ ഒരു സർക്കിളിനെ മാത്രം നമ്മൾ അവിടേക്ക് എടുത്ത് വരയ്ക്കുകയാണ്. അതായത് ഈ ഒരു സർക്കിളും ഈ ഒരു ഫെയിലിയർ എൻവലപ്പും മാത്രം എടുത്ത് വരയ്ക്കുകയാണ്. ഓക്കെ, മനസ്സിലായോ? അതിന് മാത്രം നമ്മൾ എടുത്ത് വരയ്ക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ആക്ച്വലി അത് സർക്കിളാണ്. ഓക്കെ, ഒരു സെമി സർക്കിളാണ്. അതായത് നമ്മളിവിടെ കാണിച്ച അതേ സർക്കിളിനെ നമ്മൾ ഇവിടേക്ക് വരച്ചു. ഇനി അതിനൊരു ഫെയിലിയർ എൻവലപ്പ് കൂടെ ഉണ്ട്. വേറെ കളർ വെച്ച് കാണിക്കാം. ഓക്കെ, ഇനി നോക്കാം ഇതെന്താണ്. ഇത് ടോ ആണ്, ഇത് സിഗ്മ ആണ്. നമ്മൾ ഷിയർ സ്ട്രെസ് ഡയഗ്രം ഒക്കെ വരച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഷിയർ സ്ട്രെസ്സും ഇത് എഫക്റ്റീവ് സ്ട്രെസ്സും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഗ്രാഫ് കിട്ടിയത്. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഫൈ, അതാണ് എന്ത്, ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ പറഞ്ഞു ഈ സിഗ്മ വി അതവിടെ തന്നെ നിൽക്കും. ഈ പോയിന്റ്, അതായത് ഇത് കുറഞ്ഞ് സിഗ്മ എച്ച് കുറഞ്ഞ് പി എ ആവുന്ന പോയിന്റ് ആണ് എന്ത്, ആക്റ്റീവ് എർത്ത് പ്രഷർ. അപ്പോൾ നമുക്കത് ആ പോയിന്റ്സ് ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് പി എ ആണ്, ഇത് സിഗ്മ വി ആണ്. ഓക്കെ, ഇത്രയും പ്രഷർ നമ്മൾ അവിടെ മാർക്ക് ചെയ്തു. ഇനി ഓരോ പോയിന്റ്സിനും നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇത് ഒ എന്ന് കൊടുക്കാം, ഇത് ഇ കൊടുക്കാം, ഇത് ബി എന്ന് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിന് നമ്മൾ സി എന്ന് കൊടുത്തു. ഇനി ഈ ഒരു ഇത് ടാൻജൻറ്റ് പോലെയാണ് നമുക്ക് ഈ ഫെയിലിയർ എൻവലപ്പ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ടാൻജൻറ്റിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു വേറൊരു ലൈൻ വരച്ചു. ഇത് ആക്ച്വലി സെൻറ്ററിൽ നിന്നാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, ടാൻജൻറ്റ് ആകുമ്പോൾ ഇത് ആക്ച്വലി എന്താ വരും, 90 ഡിഗ്രി വരും അല്ലേ. അപ്പോൾ ഇത്രയും നമ്മൾ വരച്ചു. എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിനെ ഡി എന്നും വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും എന്ത്, പി എ എന്ന് പറയുന്നത് എന്താന്ന് നമുക്ക് മനസ്സിലാവും. പി എ ഈസ് ഈക്വൽ ടു ഈ ഒരു ടോട്ടൽ ഒ സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ നിന്ന് ഈ ഒരു സി ഇ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് മൈനസ് ചെയ്യുന്നതാണ് എന്ത്, പി എ. അപ്പോൾ ഒ സി മൈനസ് സി ഇ. ഓക്കെ, ഇനി സി എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി സി ഡി തന്നെയാണ് അല്ലേ. സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സർക്കിൾ, സെമി സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അതുതന്നെയാണ് സി ഡി എന്ന് പറയുന്നതും. അപ്പം നമുക്ക് ആ ഒരു ട്രയാങ്കിളിനെ ഇവിടെ മാറ്റി വരയ്ക്കാം കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. അതായത് സി ഡി ഒ പറഞ്ഞ ഈ ഒരു ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കുമ്പോൾ ഇവിടെ ഇതെന്താണ്, ഫൈ വരും. അപ്പോൾ സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ, സി ഡി ബൈ എന്താ ഒ സി വരും. അപ്പോൾ സി ഡി എന്ന് പറയുന്നത് എന്ത് കിട്ടും, ഒ സി സൈൻ ഫൈ എന്ന് വരും അല്ലേ. അപ്പോൾ സി ഡി എന്ന് പറഞ്ഞാലും സി എന്ന് പറഞ്ഞാലും റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് രണ്ടിനും ഒരേ ടേം വെച്ചിട്ട് തന്നെ ഡിനോട്ട് ചെയ്യാലോ, ഒ സി മൈനസ് സി ഇ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, സി ഡി എന്ന് പറഞ്ഞാലും റേഡിയസ് ആണ്. അപ്പോൾ സി ഡിക്ക് കിട്ടിയ വാല്യൂ എത്ര, ഒ സി സൈൻ ഫൈവ്. നമുക്ക് ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഒ സി സൈൻ ഫൈവ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സിഗ്മ വിൻ്റെയും കാര്യവും പറയാം. സിഗ്മ വി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, സിഗ്മ വി എന്ന് പറയുന്നത്. അപ്പം സിഗ്മ വി എന്ന് പറഞ്ഞാൽ എന്താ, ഒ സി പ്ലസ് സി ബി അല്ലേ. അപ്പോൾ ഒ സി നമുക്ക് അങ്ങനെ തന്നെ വയ്ക്കാം. പ്ലസ് സി ബിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം,
സി ബി എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി റേഡിയസ് തന്നെയാണ് അല്ലേ. നമ്മൾ സി എന്ന് പറയുന്നത് സെൻറ്റർ ആണ് സർക്കിളിലെ എന്ന് ആദ്യം അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ സി ബി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് റേഡിയസ് ആണ്. അപ്പോൾ അതിനും നമുക്ക് എന്ത് കൊടുക്കാം, ഒ സി സൈൻ ഫൈ എന്നുള്ള ഇക്വേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പി എ ബൈ സിഗ്മ വി ഈസ് ഇക്വൽ ടു ഈ ഒ സിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇൻറ്റു 1 മൈനസ് സൈൻ ഫൈ ഇട്ടു, കോമൺ അല്ലേ, അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്തു, ഡിവൈഡഡ് ബൈ ഒ സി ഇൻറ്റു ഇവിടെയും ഒ സി നമുക്ക് പുറത്തെടുക്കാം 1 പ്ലസ് സൈൻ ഫൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒ സിയും ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് ആക്റ്റീവ് എർത്ത് പ്രഷറായ പി എ നമുക്ക് എന്ത് കിട്ടും, പി എ ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ ഫൈ ബൈ 1 പ്ലസ് സൈൻ ഫൈ ഇൻറ്റു സിഗ്മ വി. ഓക്കെ, ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതാണ് ആക്ച്വലി എന്ത്, ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. പി എ ഇസ് ഇക്വൽ ടു 1 മൈനസ് സൈൻ ഫൈ ബൈ 1 പ്ലസ് സൈൻ ഫൈ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കാണാതെ പഠിക്കണം. നമ്മൾ നേരത്തെ പി നോട്ട് ഇസ് ഇക്വൽ ടു കെ നോട്ട് ഇൻറ്റു സിഗ്മ വി പഠിച്ച പോലെ തന്നെ പി എ ഇസ് ഇക്വൽ ടു 1 മൈനസ് സൈൻ ഫൈ ബൈ 1 പ്ലസ് സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനും നമ്മൾ കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ 1 മൈനസ് സൈൻ ഫൈ ബൈ 1 പ്ലസ് സൈൻ ഫൈനെ നമ്മൾ പറയുന്ന പേരാണ് കെ എ. ഓക്കെ, കെ എന്ന് പറഞ്ഞാൽ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ. ഓക്കെ, അതാണ് കെ എ. ഇനി നമുക്ക് കെക്ക് നമുക്ക് ഒരു ഇക്വേഷനും കൂടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഏത് ഇക്വേഷൻ കൂടി ഏതാണ്, പി എ ഇസ് ഇക്വൽ ടു കെ എ ഇൻറ്റു സിഗ്മ വി. ഓക്കെ, ഇനി കെക്ക് നമുക്ക് വേറെ ഇക്വേഷൻ എന്താ കൊടുക്കാം, കെക്ക് നമുക്ക് ഇതിൽ കിട്ടിയ ഇക്വേഷൻ എന്താ, 1 മൈനസ് സൈൻ ഫൈ ബൈ 1 പ്ലസ് സൈൻ ഫൈ. ഈ കാര്യം മറക്കാതെ ഓർത്ത് വയ്ക്കുക. ഇനി അത് പോരാതെ ഒരു ഇക്വേഷനും കൂടി നമുക്ക് ഇതിനുണ്ട്, അതായത് ടാൻ സ്ക്വയർ 45 മൈനസ് 5/2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ്, അത് രണ്ടും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കെ ഇസ് ഇക്വൽ ടു 1 മൈനസ് സൈൻ ഫൈ 1 മൈനസ് സൈൻ ഫൈ ബൈ 1 പ്ലസ് സൈൻ ഫൈ, പിന്നെ ടാൻ സ്ക്വയർ 45 മൈനസ് 5/2. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ 1 മൈനസ് സൈൻ ഫൈ ബൈ 1 പ്ലസ് സൈൻ ഫൈ ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കെ എ കിട്ടും. രണ്ട് ഉപയോഗിച്ചാലും നമുക്ക് കിട്ടും, പക്ഷെ നമ്മൾ മേജറായിട്ടും 1 മൈനസ് സൈൻ ഫൈ ബൈ 1 പ്ലസ് സൈൻ ഫൈ എന്ന് പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ പ്രോബ്ലത്തിലൊക്കെ എപ്പോഴും യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പം ആക്റ്റീവ് എർത്ത് പ്രഷർ. പി എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്, പി എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് എർത്ത് പ്രഷർ. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് എർത്ത് പ്രഷർ കോഹഷൻലെസ് സോയിൽ, അതായത് നമ്മൾ റാങ്കൈൻസ് തിയറി വെച്ചിട്ടാണ് ഇത് ഡിറൈവ് ചെയ്തത്. ഈ തിയറിയിൽ നമ്മൾ പറഞ്ഞ അസംഷൻ തന്നെ എന്തായിരുന്നു, കോഹഷൻലെസ് സോയിലാണ്. അപ്പോൾ കോഹഷൻലെസ് സോയിലിൽ ആക്റ്റീവ് എർത്ത് പ്രഷറിന് ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇനി കോഹഷൻ വരുമ്പോൾ ഇക്വേഷൻ മാറും, അത് നമുക്ക് ഇനി അടുത്ത കുറച്ച് 2 ക്ലാസ്സിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞത് എന്താ, അറ്റ് കോഹഷൻലെസ് സ്റ്റേറ്റ്സിലാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ പ്രോബ്ലം കിട്ടുമ്പോൾ ആദ്യം നന്നായിട്ട് വായിക്കുക, എന്നിട്ട് അതിൽ കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വാൾ ഓഫ് ഹൈറ്റ് സെറ്റ് 8 മീറ്റർ. അപ്പോൾ സെഡ് എന്താന്ന് നമുക്ക് കിട്ടി, വാളിൻ്റെ ഹൈറ്റ് ആണല്ലോ സെഡ്. അപ്പോൾ സെഡ് എന്താ കിട്ടി, സെഡ് ഈസ് ഇക്വൽ ടു 8 മീറ്റർ. സിഗ്മ വി എന്ന് പറഞ്ഞാൽ
ഗാമ സെറ്റ് ആണ്. അപ്പം അത് നിങ്ങൾക്ക് ആവശ്യമില്ല അറിയാലോ. ഒന്നുകൂടി വേണമെങ്കിൽ നമുക്ക് ആ ടേംസിലും കൂടി എഴുതാം, ഇനി കൺഫ്യൂഷൻ ആവണ്ട. കെ ഇൻറ്റു സിഗ്മ വിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ഗാമ ഇൻറ്റു സെറ്റ്. ഓക്കെ, അപ്പോൾ സെഡ് എത്രയാണെന്ന് കിട്ടി? 8 മീറ്റർ ആണെന്ന് കിട്ടി. ഓൺ നോൺ കൊഹസീവ് ബാക്ക് ഫിൽ. അപ്പോൾ എന്താണ്? റാങ്കൈൻസിൻ്റെ തിയറി വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, അതായത് ഗാമ എന്താണെന്ന് കിട്ടി? 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണെന്ന് കിട്ടി. ഓക്കെ, ആൻഡ് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടി. റാങ്കൈൻസ് തിയറി വെച്ച് ടോട്ടൽ ആക്റ്റീവ് എർത്ത് പ്രഷർ ഓൺ വാൾ ആൻഡ് പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ ആക്റ്റീവ് എർത്ത് പ്രഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എർത്ത് പ്രഷർ ഡയഗ്രാം വരച്ചിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ടാണ് അല്ലേ? അങ്ങനെ കണ്ടുപിടിക്കും. പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ എന്താണ്? ട്രയാങ്കുലർ ആണെങ്കിൽ h/3 ഫ്രം ദ ബേസ്. എന്ത് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണെങ്കിലും അതിൻ്റെ സെൻട്രോയിഡ് ആയിരിക്കും അതിൻ്റെ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? പി എ ഇസ് ഈക്വൽ ടു കെ എ ഇൻറ്റു ഗാമ സെറ്റ് അല്ലേ? സിമ്പിൾ ഇക്വേഷൻ അല്ലേ, പെട്ടെന്ന് പഠിക്കാന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കെ എ എന്താണ് ഇവിടെ പറയുന്നുണ്ട്? ആക്റ്റീവ് എർത്ത് പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആക്റ്റീവ് എർത്ത് പ്രഷർ ആകുമ്പോൾ കെ എ കാണാനുള്ള ഇക്വേഷൻ എന്താ? കെ ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ ഫൈ ബൈ 1 പ്ലസ് സൈൻ ഫൈ. ഓക്കെ, അപ്പോൾ 1 മൈനസ് സൈൻ എത്രയാണ്? ഫൈ എത്രയാണ് നമുക്ക് കിട്ടി? 30. 1 മൈനസ് സൈൻ 30 ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ 30. പെട്ടെന്ന് നമ്മുടെ കാൽക്കുലേറ്ററിലിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് എത്രയെന്ന് കിട്ടും? 0.33 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ നമുക്ക് എന്ത് കിട്ടി? 0.33 ഇൻറ്റു ഗാമ എത്രയാ? 18 ഇൻറ്റു സെഡ് എത്രയാ? 8 മീറ്റർ. അപ്പോൾ ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 47.52 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ സിമ്പിൾ അല്ലേ? അപ്പോൾ അത്രയും ആക്റ്റീവ് എർത്ത് പ്രഷറാണ് കിട്ടി. ഇനി ടോട്ടൽ ആക്റ്റീവ് എർത്ത് പ്രഷർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി ആ ഒരു എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കേണ്ടതായിട്ടുണ്ട്. റീറ്റെയിനിങ് വാൾ വരച്ചു. അതിൻ്റെ ഹൈറ്റ് എത്രയായിരുന്നു? 8 മീറ്റർ അല്ലേ? അപ്പം അതിൻ്റെ എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരു ലൈൻ വരച്ചു. ഇനി അതിൻ്റെ ടോപ്പിൽ എത്രയാണ്? സെഡ് 0 ആകുമ്പോൾ ടോപ്പിൽ 0 ആണ്. അതിന് പ്രത്യേകം മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ 0 ആണ്. ഇനി ബോട്ടത്തിൽ എന്താണ്? ബോട്ടം എന്ന് പറയുമ്പോൾ സെഡ് 8 മീറ്റർ വരുമ്പോഴാണ് ബോട്ടം. അതെത്രയാണ്? 47.52 47.52 കിട്ടി. ഓക്കെ, അപ്പം ഇനി അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ട്രയാങ്കിൾ കിട്ടും. അതാണ് എന്ത്? എർത്ത് പ്രഷർ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ എർത്ത് പ്രഷർ ഡയഗ്രാം നമുക്ക് കിട്ടി. ഇനി എന്താണ്? അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ആക്റ്റീവ് എർത്ത് പ്രഷർ എന്തായിരിക്കും? therefore total active earth pressure is equal to എന്താണ്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 8 ഇൻറ്റു, അതായത് ഹൈറ്റ് എന്താണ്? റീറ്റെയിനിങ് വാളിൻ്റെ ഹൈറ്റ് തന്നെ. 8 ഇൻറ്റു നമുക്ക് കിട്ടിയ ബോട്ടത്തിൽ കിട്ടിയ എർത്ത് പ്രഷർ എത്രയാ? 47.52. നമുക്ക് കിട്ടുന്നത് 190.08 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇത്രയാണ് ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ എന്താവും? ട്രയാങ്കുലർ ആണ് നമ്മുടെ എന്ത് എർത്ത് പ്രഷർ ഡയഗ്രാം വന്നത്. അപ്പോൾ അതിൻ്റെ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ എന്താവും? h/3 ഫ്രം ദ ബേസ് വരും. ഓക്കെ, അപ്പോൾ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഈസ് എത്രയാ? നമുക്ക് സൈഡിൽ വെറുതെ കാണാം. 8/3 എത്ര? 2.67 മീറ്റർ അല്ലേ? ഈസ് 2.67 മീറ്റർ above the base of retaining wall. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളടുത്ത് ചോദിച്ചത് കാര്യം.
ഓക്കെ, പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ എന്താ, ടോട്ടൽ ആക്റ്റീവ് എർത്ത് പ്രഷർ എന്താ. സത്യം പറഞ്ഞാൽ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കില്ല. നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോബ്ലം ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി പറയാൻ പോകുന്നത് പാസീവ് എർത്ത് പ്രഷറിൻ്റെ കേസാണ്. പാസീവ് എർത്ത് പ്രഷർ എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു റീറ്റെയിനിങ് വാള്, ഇവിടെ സോയിലിന് എന്താ ആക്ച്വലി സംഭവിക്കുന്നത്, സോയിൽ നല്ല രീതിയിൽ വാളിന് പാസീവ് പ്രഷറിൽ ഇങ്ങോട്ട് റീറ്റെയിനിങ് വാളിന് സോയിലിൻ്റെ അടുത്തേക്കാണ് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലേ. അപ്പോൾ ഈ സോയിലിന് എന്താ സംഭവിക്കുക, നല്ല രീതിയിൽ അത് കംപ്രസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രഷർ കൂടുക, അതായത് നമ്മൾ ഒരാൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രഷർ കൂടില്ലേ, അപ്പോൾ അതുപോലെ തന്നെ സോയിലിൻ്റെ പ്രഷർ എന്താണ് അവിടെ സംഭവിക്കുന്നത്, കൂടി കൂടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് സിഗ്മ വി എന്ന് പറയുന്ന പോയിന്റിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ സിഗ്മ എച്ച് ആണ് എന്ത്, അതിൻ്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്രഷർ. ഹൊറിസോണ്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാലൊക്കെ സെയിം അല്ലേ. അപ്പോൾ ആ ഒരു സിഗ്മ എച്ച് കൂടി കൂടി കണ്ടോ, ഈ ഒരു ഇനീഷ്യൽ കേസിൽ നമുക്ക് ഇങ്ങനെയായിരുന്നു, അത് കൂടി കൂടി ഈ ഒരു കേസിൽ, അതായത് ഫെയിലിയർ എൻവലപ്പിലേക്ക് എത്തുമ്പോൾ ഈ ഒരു കേസിലേക്ക് മോർ സർക്കിൾ മാറും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്, പാസീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്ന കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ കളറിൽ കാണിച്ച ഈ ഒരു മോർ സർക്കിൾ, അതാണ് പാസീവ് എർത്ത് പ്രഷറിൻ്റെ കേസ്. അത് മാത്രം നമുക്കൊന്ന് എടുത്ത് വരച്ചിട്ട് അതിനും ഇതുപോലെ നേരത്തെ ഡിറൈവ് ചെയ്ത പോലത്തെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഫെയിലിയർ എൻവലപ്പാണ്. അപ്പോൾ ഇത്രയും വരച്ചു. ഇനി ഇതിൽ എന്താണ്, സിഗ്മ എച്ച് ഇതാ ഇവിടെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത്, പി പി. ഇതെന്താണ്, പാസീവ് എർത്ത് പ്രഷർ. ഓക്കെ, പാസീവ് എർത്ത് പ്രഷർ എന്താണ്, അതായത് ഇവിടെ എഴുതാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു സോയിൽ എലമെൻ്റ് ഉണ്ട്, ഇവിടെ സിഗ്മ വി ഉണ്ട്, സിഗ്മ എച്ച് ഉണ്ട്. സിഗ്മ എച്ച് ആണ് എന്ത്, ലാറ്ററൽ എർത്ത് പ്രഷറായ പാസീവ് എർത്ത് പ്രഷർ. ലാറ്ററൽ എർത്ത് പ്രഷർ ഈ കേസിൽ പാസീവ് എർത്ത് പ്രഷറായി മാറി അല്ലേ. അപ്പോൾ സിഗ്മ എച്ച് ഇൻക്രീസസ് ഇറ്റ്സ് വാല്യൂ ടു പാസീവ് എർത്ത് പ്രഷർ. അതാണ് എന്ത്, പി പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പി പി എന്ന് നമ്മളവിടെ മാർക്ക് ചെയ്തു. ഇതെന്താണ്, സിഗ്മ വി. ഇനി ഇതിനെല്ലാം ഓരോ നൊട്ടേഷൻസ് കൊടുക്കാം, നേരത്തെ കൊടുത്ത പോലെ തന്നെ. ഓ, ഈ പോയിന്റ് ബി ആണെന്ന് വിചാരിക്കുക, ഇത് ഇ ആണെന്ന് വിചാരിക്കുക, അതിന് സെൻറ്റർ എന്താണ്, സി ആണെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് സെൻറ്ററിൽ നിന്ന് ഈ ഒരു ടാൻജൻറ്റ്, അതായത് ഫെയിലിയർ എൻവലപ്പ്, ഇത് ഫെയിലിയർ എൻവലപ്പാണ്. ഇപ്പോൾ നീറ്റായിരുന്ന ആ ഒരു പോയിന്റിന് നമുക്ക് എന്ത് പറയാം, അവിടെ നമുക്കൊരു ഡി എന്ന് പറഞ്ഞൊരു പോയിന്റ് കൊടുക്കാം. ഇപ്പോൾ സി എന്ന് പറയുന്നത് എന്താണ്, സെൻറ്റർ ഓഫ് ദ സർക്കിളാണ് അല്ലേ. നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി പി പി എന്ന് പറയുന്നത് എന്താണ്, അതായത് പാസീവ് എർത്ത് പ്രഷർ, ഈ ഒറിജിൻ മുതൽ ഈ ഒരു പി പി വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതാണ് എന്ത്, പാസീവ് എർത്ത് പ്രഷർ. അപ്പോൾ പാസീവ് എർത്ത് പ്രഷർ പി പി ഈസ് ഈക്വൽ ടു എന്തൊക്കെ വരും, ഒ സി പ്ലസ് സി ഇ അല്ലേ, ഒ സി പ്ലസ് സി ഇ. ഇനി സി എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയസ് തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യം നമുക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. കണ്ടോ, സി ഡി, ഈ ഒരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യാം, സോറി ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. സി ഡി ഒ പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം, സോറി എന്ന് പറഞ്ഞ കൺസിഡർ ചെയ്യുമ്പം ഇതെന്താണ്, ഫൈ ആണെന്ന് കിട്ടി. അപ്പോൾ സൈൻ ഫൈ ഈസ് ഇക്വൽ ടു സി ഡി ബൈ ഒ സി അല്ലേ. അപ്പോൾ നമുക്ക് സി ഡി എന്ത് കിട്ടും, സി ഡി എന്ന് പറഞ്ഞാൽ റേഡിയസ്, അതെന്ത് കിട്ടും, ഒ സി സൈൻ ഫൈ.
സി ഡി എന്ന് പറഞ്ഞാലും സി എന്ന് പറഞ്ഞാലും എല്ലാം ആ മോസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ് ആണ് അല്ലേ. അപ്പോൾ നമുക്കതവിടെ അപ്ലൈ ചെയ്യാം. ഒ സി പ്ലസ് സിക്ക് പകരം എന്ത് കൊടുക്കാം, ഒ സി സൈൻ ഫൈ ഈസ് ഈക്വൽ ടു ഒ സിന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് 1 പ്ലസ് സൈൻ ഫൈ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇതുപോലെ തന്നെ വേണ്ട കാര്യം, സിഗ്മ വി ആണ് അല്ലേ. അപ്പോൾ സിഗ്മ വി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, സിഗ്മ വി എന്ന് പറയുമ്പം ഒ സി നിന്ന് എന്ത് മൈനസ് ചെയ്യണം, ഈ ഒരു ബി സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, ഇത് മൊത്തത്തിലാണ് ഒ സി അല്ലേ. അതിന് ഈ ബി സി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഏരിയ, അതാണ് എന്ത് സിഗ്മ വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ വി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഒ സി നിന്ന് സി ബി മൈനസ് ചെയ്യാം. സി ബി എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വലി റേഡിയസ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഒ സി മൈനസ് ഒ സി സൈൻ ഫൈ ഈസ് ഈക്വൽ ടു ഒ സി ഇൻറ്റു 1 മൈനസ് സൈൻ ഫൈ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പി പി ബൈ സിഗ്മ വി. ഇതിനെ ഈ ഫസ്റ്റ് ഇക്വേഷന് സെക്കൻഡ് ഇക്വേഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, ഒ സി ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 പ്ലസ് സൈൻ ഫൈ ബൈ 1 മൈനസ് സൈൻ ഫൈ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. അതായത് പി പി ഈസ് ഇക്വൽ ടു 1 പ്ലസ് സൈൻ ഫൈ ബൈ 1 മൈനസ് സൈൻ ഫൈ ഇൻറ്റു സിഗ്മ വി. ഇത് അടുത്ത ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ഇക്വേഷനാണിത്. നമ്മൾ നേരത്തെ പാസീവ് ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ത് പഠിച്ചു, പി എ ഇസ് ഇക്വൽ ടു 1 മൈനസ് സൈൻ ഫൈ ബൈ 1 പ്ലസ് സൈൻ ഫൈ പഠിച്ചു. ഇവിടെ അത് പി പി ഇസ് ഇക്വൽ ടു 1 പ്ലസ് സൈൻ ഫൈ ബൈ 1 മൈനസ് സൈൻ ഫൈ. ഓക്കെ, ഇവിടെ പ്രഷർ കൂടുകയാണ് ചെയ്തത്, അപ്പോൾ ഒരു കൂടിയ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ മുകളിലും താഴെ, അതായത് 1 പ്ലസ് സൈൻ ഫൈ ആവോ 1 മൈനസ് സൈൻ ഫൈ ആവോ കൂടുതൽ, ഒബിയസ്ലി 1 പ്ലസ് സൈൻ ഫൈ ആവില്ലേ കൂടുതൽ. അപ്പോൾ കൂടുതൽ വാല്യൂ കിട്ടേണ്ടതുകൊണ്ട് അത് നമുക്ക് ന്യൂമറേറ്ററിൽ വന്നു, അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 1 പ്ലസ് സൈൻ ഫൈ ബൈ 1 മൈനസ് സൈൻ ഫൈ എന്താണ്, വൺ പ്ലസ് സൈൻ ഫൈ ബൈ 1 മൈനസ് സൈൻ ഫൈ എന്ന് പറയുന്നത് കെ പി ഇസ് ഇക്വൽ ടു 1 പ്ലസ് സൈൻ ഫൈ ബൈ 1 മൈനസ് സൈൻ ഫൈ. ഇതാണ് എന്ത്, കോഎഫിഷ്യന്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷർ. കോഎഫിഷ്യന്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഇക്വേഷനും പഠിച്ചല്ലോ. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നുകൂടി വേണമെങ്കിൽ ഇക്വേഷൻ നമുക്ക് എഴുതാം. പി പി ഈസ് ഇക്വൽ ടു കെ പി ഇൻറ്റു സിഗ്മ വി, അല്ലെങ്കിൽ കെ പി ഇൻറ്റു സിഗ്മ വിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഗാമ ഇൻറ്റു സെഡ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇത്രയും പഠിച്ചല്ലോ. ഇനി നമുക്ക് ഈ കാര്യം കൂടി ഇവിടെ വേണമെങ്കിൽ എഴുതി വെക്കാം. കെ പി ഇസ് ഇക്വൽ ടു 1 പ്ലസ് സൈൻ ഫൈ ബൈ 1 മൈനസ് സൈൻ ഫൈ. ഇതിന് നമുക്ക് വേണമെങ്കിൽ മാത്തമാറ്റിക്കൽ റിലേഷൻ ആണ്, അപ്പോൾ അതെന്താ എങ്ങനെയാണ് വന്നതെന്നൊന്നും ഓർത്ത് പോകണ്ട. അത് ഇങ്ങനെ കൂടി നമുക്ക് എഴുതാം, tan സ്ക്വയർ ഇൻറ്റു 45 പ്ലസ് 5/2. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ടായിട്ട് അങ്ങോട്ട് പഠിക്കുക, പിന്നെ നമുക്കത് ഓരോ സ്ഥലത്ത് അപ്ലൈ ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റീറ്റെയിനിങ് വാൾ ഹാസ് 6 മീറ്റർ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ സെഡ് എത്രയാണ്, 6 മീറ്റർ അത് കിട്ടി. ഇറ്റ് സപ്പോർട്ട്സ് കോഹഷൻലെസ് സോയിൽ. അപ്പോൾ എന്താണ്, റാങ്കൈൻസ് തിയറിയാണ് അല്ലേ. ആൻഡ് യൂണിറ്റ് വെയിറ്റ് എത്രയാണ്, 19 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇക്വേഷൻ വഴി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ന്യൂമറിക്കൽ ചെയ്തപ്പോൾ നമ്മൾ യൂസ് ചെയ്തു G, W by 1 plus C. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് തന്നുകൊണ്ട് നമുക്ക് അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഗാമ നമുക്ക് ഡയറക്റ്റ് ചെയ്താം. ആൻഡ് ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ്, അതായത് എന്ത്,
phi is equal to 30 degree കിട്ടി. ഡിറ്റർമൈൻ പാസീവ് എർത്ത് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്താ? തൊട്ട് മുന്നേ പഠിച്ച ഇക്വേഷൻ എന്താ? PP is equal to KP into ഗാമ സെറ്റ്. എല്ലാം തന്നിട്ടില്ലേ? KP കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഫൈ ഉണ്ട്. അപ്പോൾ KP is equal to എന്താ കിട്ടി? 1 പ്ലസ് സൈൻ ഫൈ എത്രയാ? 30 ഡിഗ്രി ബൈ 1 മൈനസ് സൈൻ 30 ഡിഗ്രി. ഇത് നമുക്ക് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. KP is equal to അതെന്താ? KP അല്ല, പാസീവ് എർത്ത് പ്രഷർ PP is equal to എന്തൊക്കെ കിട്ടി? KP എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു ഗാമ പറയുമ്പോൾ എന്താണ്? 19 ഇൻറ്റു വേറെ എന്തൊക്കെയാണ് തന്നത്? സെറ്റ് തന്നിട്ടുണ്ട്, 6 മീറ്ററാണ് തന്നിട്ടില്ലേ? അപ്പോൾ 6. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 342 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്താ? ഇനി പാസീവ് എർത്ത് പ്രഷർ കിട്ടിയാൽ നമ്മൾ അടുത്ത ഇമ്മീഡിയറ്റ് സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യണം? എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കണം അല്ലേ? റീറ്റെയിനിങ് വാൾ വരച്ചു, അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 6 മീറ്റർ ആണെന്നുള്ള കാര്യം അത് അതേ അങ്ങോട്ട് മാർക്ക് ചെയ്ത് വയ്ക്കാം. പിന്നെ ആ ഒരു ഏരിയ കാണുമ്പോൾ പിന്നെ അത് കൺഫ്യൂഷൻ ആവില്ലല്ലോ. അപ്പോൾ ലൈൻ വരച്ചു, ടോപ്പിൽ എന്ത് കിട്ടി? 0 ആണെന്ന് കിട്ടി. ബോട്ടത്തിൽ എന്ത് വരും? ഇവിടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബോട്ടത്തിൽ എന്ത് വരും? 342 വരും അല്ലേ? അപ്പോൾ നമ്മളത് ജോയിൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പാസീവ് എർത്ത് പ്രഷർ ഡയഗ്രാം നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ പാസീവ് എർത്ത് പ്രഷർ. എന്താ ടോട്ടൽ പാസീവ് എർത്ത് പ്രഷർ എത്രയാ? ടോട്ടൽ പാസീവ് എർത്ത് പ്രഷർ ഈസ് ഈക്വൽ ടു എന്താണ്? ആ ഏരിയ കാണാം, 1/2 ഇൻറ്റു 6 ഇൻറ്റു 342 എത്ര കിട്ടും? 1026 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ നമുക്കെന്താ സെൻറ്റൻസിൽ എഴുതിക്കൂടെ? ദെർഫോർ ടോട്ടൽ പാസീവ് earth pressure is 1026 kilonewton per meter acting at a distance of എന്താണ്? നമ്മുടെ എർത്ത് പ്രഷർ ഡയഗ്രാം എന്താ? ട്രയാങ്കുലർ ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ സെൻറ്ററോട് എവിടെയാണ്? h/3 തന്നെയാണ്, നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ. അപ്പോൾ h/3 അതായത് 6/3 എത്ര? 2 മീറ്റർ അല്ലേ? at a distance of 2 meter from the base of the wall. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പോൾ നമ്മൾ റാങ്കൈൻസ് തിയറിയിൽ കോഷൻലെസ് സോയിൽ ആക്റ്റീവ് എർത്ത് പ്രഷറും പാസീവ് എർത്ത് പ്രഷറും നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നും അതിൻ്റെ ഓരോ ന്യൂമറിക്കലും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് കൂടുതലൊന്നുമില്ല, നമ്മൾ റാങ്കൈൻസ് തിയറി പറയുന്നതിന് തൊട്ട് മുന്നേ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയുള്ളൂ ഇവിടെ, വീണ്ടും ഒന്നും കൂടി പറയാണ്. അതെത്ര വരും? എന്താണ്? P0 എന്താണ്? എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് ഈസ് ഈക്വൽ ടു P0 ഈസ് ഈക്വൽ ടു K0 ഇൻറ്റു ഗാമ സെറ്റ്. അപ്പോൾ ഇവിടെ K0 എന്താണ്? കോഎഫിഷ്യൻറ്റ് ഓഫ് earth pressure at rest അല്ലേ? ഇനി പിന്നെന്താ? ഗാമ എന്താ? യൂണിറ്റ് വെയിറ്റ് ആണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്ത് ആണ്. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഇത്രയും നേരം നമ്മൾ അത് തന്നെയാണ് പഠിച്ചത്. വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് എഴുതാം. യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ. പിന്നെന്താണ്? ഡെപ്ത് എന്ന് നമ്മൾ പറയുന്നത് ഹൈറ്റ് ഓഫ് റീറ്റെയിനിങ് വാൾ. ആ ഹൈറ്റ് ഓഫ് റീറ്റെയിനിങ് വാളിൽ അത്രയും ഹൈറ്റിൽ എന്ത് സോയിൽ ഉണ്ട്. അപ്പോൾ സോയിലിൻ്റെ ഡെപ്ത് എന്താണ്? ഹൈറ്റ് ഓഫ് റീറ്റെയിനിങ് വാൾ എന്താണ്? സെയിം ആണ് അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി
നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേരിയേഷൻ ഓഫ് എർത്ത് പ്രഷർ അലോങ് വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് വാൾ എന്ന് പറയുന്നൊരു പോർഷൻ. അപ്പോൾ വേരിയേഷൻ ഓഫ് എർത്ത് പ്രഷർ അലോങ് വിത്ത് മൂവ്മെൻറ്റ് ഓഫ് വാൾ എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ 3 എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് പഠിച്ചു, പാസീവ് എർത്ത് പ്രഷർ പഠിച്ചു, ആക്റ്റീവ് എർത്ത് പ്രഷർ പഠിച്ചു. അപ്പോൾ ഇത് 3ഉം കൂടി നമുക്ക് കമ്പൈൻ ചെയ്ത് ഒരു ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യാം, അതിൻ്റെ വാൾ മൂവ്മെൻറ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ട്. അതാണ് ആക്ച്വലി ഇതെന്ന് പറയുന്നത്. നമുക്കതൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പം ഗ്രാഫ് എന്ന് പറയുന്നത് അതായത് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് എർത്ത് പ്രഷറിനെയാണ്. ഈ ഒരു വൈ ആക്സിസിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എർത്ത് പ്രഷറിനെയാണ്. ഓക്കെ, ഇതാണ് ഗ്രാഫ് വരിക. അതായത് നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്റ്റീവ് എർത്ത് പ്രഷറിൽ എന്താണ് സംഭവിക്കുന്നത്, വാള് സോയിലിന് എവേ ആയിട്ട് മൂവ് ചെയ്യണം. അപ്പോൾ അവിടെ എന്താണ്, സോയിൽ വളരെ കുറച്ച് പ്രഷറല്ലേ ഉള്ളൂ, കാരണം സോയിൽ അവിടെ എക്സ്പാൻഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു പോർഷൻ, അതായത് വളരെ കുറഞ്ഞ എർത്ത് പ്രഷർ കാണിക്കുന്ന ഈ ഒരു ഏരിയ എന്താണ്, ആക്റ്റീവ്. ഓക്കെ, ഇനി പാസീവിൻ്റെ കാര്യം എന്താ നമ്മൾ പറഞ്ഞത്, സോയിൽ നല്ല രീതിയിൽ കംപ്രസ് ചെയ്യണം. അതായത് റീറ്റെയിനിങ് വാള് സോയിലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുമ്പം അവിടെ സോയിലിന് എന്താണ് സംഭവിക്കുന്നത്, കംപ്രഷനാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പം ഈ ഒരു പോർഷൻ എന്താണ്, പാസീവ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കേസാണ് എന്ത്, അറ്റ് റെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തെഴുതാം നമുക്ക്, നോ മൂവ്മെൻറ്റ്. ഇവിടെ ഒരു മൂവ്മെൻറ്റും ഇല്ല. ഇനി ഇവിടേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, മൂവ്മെൻറ്റ്. പാസീവിൽ എങ്ങോട്ടേക്കാണ് മൂവ്മെൻറ്റ്, ടുവേർഡ്സ് ദ ബാക്ക് ഫീലാണ് അല്ലേ, മൂവ്മെൻറ്റ് ടുവേർഡ്സ് ബാക്ക് ഫീൽ. ഇനി ഇവിടെ എന്താണ്, മൂവ്മെൻറ്റ് away from ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വേരിയേഷൻ ഓഫ് എർത്ത് പ്രഷർ അലോങ് വിത്ത് മൂവ്മെൻറ്റ് ഓഫ് വാൾ എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രാഫിക്കൽ, ഇതൊരു ജസ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. നമുക്ക് ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും, വാളിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലാവും, ഏറ്റവും കൂടി പ്രഷർ ഏതാണെന്ന് മനസ്സിലാവും, ഏറ്റവും കുറഞ്ഞത് ഏതാ, ഏറ്റവും ഇൻ്റർമീഡിയറ്റ് ഏതാണെന്നുള്ള കാര്യം നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണിത്. അപ്പം പ്രീവിയസ് ഇയർ ചോദിച്ച കാര്യങ്ങൾ നോക്കാം. ഡിഫൈൻ ആക്റ്റീവ് എർത്ത് പ്രഷർ, പാസീവ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, മെൻഷൻ ഇറ്റ്, ഇക്വേഷൻസ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇക്വേഷൻസ് എന്താ, നമ്മൾ റാങ്കൈൻസ് തിയറി, അക്കോർഡിംഗ് ടു റാങ്കൈൻസ് തിയറി എന്തൊക്കെ ഇക്വേഷൻസ് ആണ് കിട്ടിയതെന്ന് കറക്റ്റായിട്ട് ഇക്വേഷനൊക്കെ മെൻഷൻ ചെയ്ത് എഴുതാം. നമ്മളിവിടെ തൊട്ട് മുന്നത്തെ സ്ലൈഡ്സിൽ പഠിച്ച അതേ കാര്യങ്ങളാണ്. വേണമെങ്കിൽ ഇക്വേഷൻസ് ഞാനിവിടെ എഴുതാം. ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ, ആക്റ്റീവ് എർത്ത് പ്രഷർ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്, PA = KA × ഗാമ സെറ്റ്. ഇനി അടുത്തത് എന്താ, രണ്ടാമത്തത് പാസീവ് എർത്ത് പ്രഷർ. പാസീവ് എർത്ത് പ്രഷർ പറയുമ്പോൾ PP = KP × ഗാമ സെറ്റ്. ഇനി തേർഡ് എന്താ, എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. അപ്പോൾ അതെന്താണ്, P0 = K0 × ഗാമ സെറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചത്. ഇനി എന്താ, ഡ്രോ ആൻഡ് പ്ലോട്ട് ബിറ്റ്വീൻ വേരിയേഷൻ ഓഫ് എർത്ത് പ്രഷർ അലോങ് വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് റീറ്റെയിനിങ് വാൾ. ഇത് തന്നെയല്ലേ നമ്മൾ ഇപ്പോൾ പ്ലോട്ട് ചെയ്ത ഈ ഗ്രാഫ് അല്ലേ. അപ്പോൾ അത് അങ്ങോട്ട് പ്ലോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ വളരെ ഈസി അല്ലേ കാര്യങ്ങളൊക്കെ. ഈ നമ്മൾ റാങ്കൈൻസ് തിയറി കൊഹഷൻലെസ് സോയിലാണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു തിയറി ഡിറൈവ് ചെയ്തത്. പക്ഷേ ലേറ്റർ ഓൺ അതിൻ്റെ ഒരു കുറച്ചും കൂടി അതിൽ കൂടുതൽ സ്റ്റഡീസ് വന്നപ്പോൾ നമുക്കത് കൊഹസീവ് സോയിലിന് കൂടി അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു
ഫൈൻഡ് ഔട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇനി ഇവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. റാങ്കൈൻസ് തിയറി ഫോർ കോഷൻലെസ് സോയിൽ വാസ് എക്സ്റ്റെൻഡഡ് ഫോർ കൊഹസീവ് സോയിൽ ഓൾസോ. ഓക്കെ, അപ്പോൾ കൊഹസീവ് സോയിൽ വരുമ്പോൾ അവിടെ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പുതിയൊരു ടേം കൂടി വരികയാണ്. ആ ടേം ആണ് എന്ത്? കൊഹഷൻ. സി എന്ന് ഡിനോട്ട് ചെയ്യുന്ന കൊഹഷൻ എന്ന് പറയുന്ന ഒരു വാല്യൂ. കൊഹഷൻ ആക്ച്വലി കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലുള്ളൊരു ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് കൊഹഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊഹഷൻ കൂടി വരും. അപ്പോൾ നമുക്ക് അതൊന്ന് ഡിറൈവ് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? കോഹസീവ് കേസിൽ അവിടെ ഒരു കോഷൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ അവിടെ എക്സ്ട്രാ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കത് ഇക്വേഷൻ വെച്ച് പറയുമ്പോൾ ടോ = C + സിഗ്മ ടാൻ ഫൈ. ആക്ച്വലി ഈ ഒരു ഷിയർ സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷനെയാണ് നമ്മൾ ഈ ഒരു ഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് എക്സ് ആക്സിസിൽ ടോയും വൈ ആക്സിസിൽ സിഗ്മയും. ഓക്കെ, അപ്പം അതിന് നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ വൈ ഇൻ്റർസെപ്റ്റ് ആയിട്ട് നമുക്ക് വന്നത് എന്താണ്? സി ആണ് അല്ലേ? അപ്പോൾ ആ സി നമുക്കിവിടെ കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് സി. ഇത്രയും വരുന്ന ഈ ഒരു വാല്യൂ ആണ് സി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ കുറച്ച് ബാക്കോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്തിനാ? നമുക്ക് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഫൈ എന്താണെന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കുറച്ച് ബാക്കോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പോയിന്റ്സ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി എഫ്. ഇത് ഒ ആണ് വിചാരിക്കുക, ഇത് ഇ ആണെന്ന് വിചാരിക്കുക, ഇത് സി ഇത് സെൻറ്റർ അല്ലേ? അപ്പോൾ ഇത് സി ആണെന്ന് വിചാരിക്കുക, ഇത് ബി ആണെന്ന് വിചാരിക്കുക. നമ്മൾ പറയുന്നത് എന്തിനാണ്? ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ കേസാണ് അല്ലേ? അപ്പോൾ ഈ ഒറിജിൻ്റെ അടുത്തേക്ക് വരുന്ന പോയിന്റ് എന്താവും? ആക്റ്റീവ് എർത്ത് പ്രഷറിൽ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ്. എന്താണ്? പി എ എന്ന് പറഞ്ഞ വാല്യൂ ഇതും ഇത് സിഗ്മ വി എന്ന് പറഞ്ഞ വാല്യൂ. ഓക്കെ ആണ് അല്ലേ? അപ്പോൾ നമുക്കിനി ഓരോ പോയിന്റ് ഇതിന് നമുക്ക് ഡി എന്നും കൂടി വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് സൈൻ ഫൈ എന്താ നോക്കാം. നമുക്ക് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? കോഹസീവ് കേസിൽ പാസീവ് എർത്ത് പ്രഷറിന് ഒരു ഇക്വേഷൻ വേണം അല്ലേ? അപ്പം അതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ആദ്യം സൈൻ ഫൈ = സൈൻ ഫൈ എത്രയാന്ന് കിട്ടി? സി ഡി ഈ ഒരു ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സൈൻ ഫൈ എന്ത് കിട്ടി? സി ഡി ബൈ എഫ് സി എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. ഇനി എഫ് സിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? = സി ഡി. സി ഡി നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. എഫ് സിക്ക് പകരം നമുക്ക് എഫ് ഒ പ്ലസ് ഒ സി എന്ന് എഴുതാം. പറ്റില്ലേ? അതായത് ഈ ഒരു മൊത്തം സൈഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അത്രയും നമ്മൾ എഴുതി. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്കൊരു കാര്യം ചെറുതായിട്ട് അസ്യൂം ചെയ്യേണ്ടതായിട്ടുണ്ട്. അസ്യൂം അല്ല, അതായത് ഇതിൽ മാക്സിമം ഏതാ? പി എ ഉണ്ട്, സിഗ്മ വി ഉണ്ട്. ഇതിലേതാ കൂടുതൽ വലിയ വാല്യൂ വന്നത്? സിഗ്മ വി ആണ് അല്ലേ? അപ്പോൾ സിഗ്മ വി എന്ന് പറയുന്നത് എന്താണ്? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്. ഈ കേസിൽ ആക്റ്റീവ് കേസിൽ സിഗ്മ വി എന്ന് പറയുന്നത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്. അതിനെ നമ്മൾ സിഗ്മ 1 എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇതിൽ കുറഞ്ഞ വാല്യൂ എന്താ? പി എ ആണ്. അതെന്താണ്? മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഓക്കെ, പി എ. ഇനി നമുക്ക് ഒരു കാര്യം പറയാം. സിഗ്മ വിയും പി എയും കിട്ടി അല്ലേ? ഇനി ഈ ഒരു ഫിഗർ വെച്ചിട്ടുള്ള അനാലിസിസ് ആണ് നമുക്കിനി നോക്കേണ്ടത്. അതായത്
ഈ ഒരു വലിയ പോർഷൻ സിഗ്മ 1, ഇത് മുതൽ ഇത് വരെയുള്ള പോർഷനാണ് ഈ സിഗ്മ 1 എന്ന് പറയുന്നത് അല്ലേ. സിഗ്മ വി എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഇനി അടുത്തത് കുഞ്ഞു പോർഷൻ, അതായത് പി എ മുതൽ ഒ മുതൽ ഇ വരെയുള്ള ഈ ഒരു കുഞ്ഞു പോർഷൻ, അതാണ് എന്ത് സിഗ്മ 3 എന്ന് പറയുന്നത്. സോറി, ഞാൻ ഇവിടെ എഴുതിയപ്പം മാറിയിട്ടുണ്ട്. ഇത് സിഗ്മ 3 ആണ് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അത് അത്രയും വരികയാണെങ്കിൽ നമ്മുടെ ഈ ഒ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് സിഗ്മ 1. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഈ ഡയമീറ്റർ എത്ര കിട്ടും എന്നുള്ള കാര്യം, അതായത് സി ഡി എന്ന് പറയുന്നത് എന്താണ്, ഡയമീറ്റർ ആണ്. സി ഇ പറഞ്ഞാലും സി ബി എന്ന് പറഞ്ഞാലും എല്ലാം, സോറി ഡയമീറ്റർ അല്ല, റേഡിയസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് റേഡിയസ് അതൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ചെയ്യുക, ഈ സിഗ്മ 1 ഈ ടോട്ടൽ സിഗ്മ 1 ഈ സിഗ്മ 3 മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഡയമീറ്റർ കിട്ടില്ലേ. ആ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, റേഡിയസ് കിട്ടും. അപ്പോൾ സി ഡി എന്താണ്, സിംപ്ലി പറയുമ്പോൾ സി ഡി എന്ത് വരും, സിഗ്മ 1 മൈനസ് സിഗ്മ 3 ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ. അപ്പോൾ സി ഡിനെ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ എഴുതിയത് അല്ലേ. ഇനി അടുത്തത് നോക്കാം. ഇനി നോക്കുമ്പോൾ എഫ് ഒ എന്ന് പറഞ്ഞ പോയിന്റാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കുഞ്ഞി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കോഡ് 5 എന്ത് വരും, ആ ഒരു കുഞ്ഞ് ട്രയാങ്കിൾ കോഡ് 5 എന്ന് പറഞ്ഞ വാല്യൂ എത്ര വരും, കോഡ് 5 ഈസ് ഈക്വൽ ടു എത്ര വരിക നോക്കിയേ, ഒ എഫ് ബൈ ഈ ഒരു ഡിസ്റ്റൻസ് സി ഡാഷ് അല്ലേ. അപ്പോൾ ഒ എഫ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, അതായത് ഒ എഫ് അല്ലെങ്കിൽ എഫ് ഒ പറഞ്ഞാൽ എന്ത് വരും, സി ഡാഷ് കോഡ് 5 എന്ന് പറഞ്ഞ വാല്യൂ വരും. അപ്പോൾ സി ഡാഷ് കോഡ് 5 കണ്ടോ, ഈ ഒ എഫിനാണ് നമ്മൾ സി ഡാഷ് കോഡ് 5 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തത്. പ്ലസ് ഒ സി എന്ന് പറഞ്ഞാൽ എന്ത് വരും നോക്കാം. ഒ സി എന്ന് പറഞ്ഞാൽ എന്ത് വരും എന്ന് വെച്ചാൽ, ഒ സി എന്ന് പറയുമ്പം ഒ ഇ പ്ലസ് ഇ സി അല്ലേ. ഇ സി എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയസ് തന്നെയാണ്. അപ്പോൾ ഒ എന്ന് പറഞ്ഞാൽ എന്ത് വരും, സിഗ്മ 3 പ്ലസ് ഇ സി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, സിഗ്മ 1 മൈനസ് സിഗ്മ 3 ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 2 സിഗ്മ 3 പ്ലസ് സിഗ്മ 1 മൈനസ് സിഗ്മ 3 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈ 2 സിഗ്മ 3 മൈനസ് സിഗ്മ 3 എത്ര കിട്ടും, സിഗ്മ 3. അപ്പോൾ സിഗ്മ 1 പ്ലസ് സിഗ്മ 3 ബൈ 2 എന്ന് പറഞ്ഞ വാല്യൂ ആണ് എന്ത് കിട്ടുക, ഒ സി കിട്ടുക. അത് ഇവിടെ എഴുതാം, സിഗ്മ 1 നമുക്ക് സെയിം കളർ വെച്ചിട്ട് തന്നെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സിഗ്മ 1 പ്ലസ് സിഗ്മ 3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സൈൻ 5 തന്നെയാണ്, സൈൻ 5 തന്നെ. നമുക്കിതിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും നോക്കാം. സൈൻ 5 ഇൻറ്റു കോട്ട് 5 എന്ത് വരും, കോട്ട് പറഞ്ഞാൽ എന്താ, ആക്ച്വലി കോസ് ബൈ സൈൻ ആണ് കോട്ട് അല്ലേ. ഇൻറ്റു വീണ്ടും സൈൻ വരുമ്പോൾ എന്ത് വരും, കോസ് എന്ന് വരും. അപ്പോൾ കോസ് 5 എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ഡാഷ് കോസ് 5 പ്ലസ് സിഗ്മ 1 പ്ലസ് സിഗ്മ 3 ബൈ 2 സൈൻ 5 ഈസ് ഇക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 3 ഡിവൈഡഡ് ബൈ 2. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഈ ഇക്വേഷൻ എല്ലാം ഇൻറ്റു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ 2 സി ഡാഷ് കോസ് 5 പ്ലസ് സിഗ്മ 1 പ്ലസ് സിഗ്മ 3 ഇൻറ്റു സൈൻ 5 ഈസ് ഇക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 3. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആക്ച്വലി ഇവിടെ വേണ്ട കാര്യം എന്താ, സിഗ്മ 3 എന്ന് പറഞ്ഞാൽ എന്താണ്, പി എ ആക്റ്റീവ് എർത്ത് പ്രഷർ അല്ലേ നമ്മളിവിടെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആക്റ്റീവ് എർത്ത് പ്രഷർ, അതായത് സിഗ്മ 3യെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് സ്റ്റെപ്പ് സൂക്ഷിച്ച് ചെയ്യുക. സൈൻ മാറിപ്പോയാൽ നമ്മുടെ ആൻസർ കിട്ടുന്നതും മാറിപ്പോവും. ഓക്കെ, അപ്പോൾ 2 സി ഡാഷ് കോസ് 5 പ്ലസ് സിഗ്മ 1 സൈൻ 5 പ്ലസ്
സിഗ്മ 3 സൈൻ ഫൈ ഈസ് ഇക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 3. ഓക്കെ, ഇനി നമുക്ക് സിഗ്മ 3നെ എല്ലാം ഒരു സൈഡിലേക്ക് വെക്കാം. അതായത് സിഗ്മ 3 ഇൻറ്റു എന്ത് വരും, സിഗ്മ 3നെ ഈ സൈഡിലേക്ക് എടുക്കുമ്പോൾ 2 സിഗ്മ 3 വരും. അപ്പോൾ ഒന്നിൽ 1 പ്ലസ് സൈൻ ഫൈ ഈസ് ഇക്വൽ ടു എന്ത് വരും, അടുത്ത സൈഡിലേക്ക് എന്തൊക്കെ പോവും, സിഗ്മ 1 ഇൻറ്റു അതിനെയും കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ സിഗ്മ 1 സൈൻ ഫൈ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും, 1 മൈനസ് ആവും അല്ലേ. അപ്പോൾ 1 മൈനസ് സൈൻ ഫൈ, പിന്നെ ഈ 2 സി ഡാഷ് കോസ് ഫൈവും മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് വരും, മൈനസ് 2 സി ഡാഷ് കോസ് ഫൈ. ഇങ്ങനെ നമുക്കൊരു ഇക്വേഷൻ വരും. ഇനി ഈ ഇക്വേഷന് ത്രൂ ഔട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 പ്ലസ് സൈൻ ഫൈ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സിഗ്മ 3 ഈസ് ഇക്വൽ ടു സിഗ്മ 1 ഇൻറ്റു 1 മൈനസ് സൈൻ ഫൈ ബൈ 1 പ്ലസ് സൈൻ ഫൈ മൈനസ് 2 സി ഡാഷ് കോസ് ഫൈ ബൈ 1 പ്ലസ് സൈൻ ഫൈ. ത്രൂ ഔട്ട് 1 പ്ലസ് സൈൻ ഫൈ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കിട്ടും, സിഗ്മ 3 ഈസ് ഇക്വൽ ടു സിഗ്മ 1 ടാൻ സ്ക്വയർ. ഇതിനെ നമുക്ക് മാത്തമെറ്റിക്കലി വേറെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണത്, ടാൻ സ്ക്വയർ 45 മൈനസ് 5/2 അല്ലേ. ഇതും അതുപോലെ തന്നെ ടാൻ 45 മൈനസ് 5/2 ആണ്. അതൊരു മാത്തമാറ്റിക്കൽ റിലേഷൻ ആണ്, ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ സിഗ്മ 3 എന്താണ്, ആക്ച്വലി പി എ ആണ്. പി എ ഈസ് ഇക്വൽ ടു ഈ ടാൻ സ്ക്വയർ 45 മൈനസ് 5/2 എന്ന് പറഞ്ഞാൽ എന്താണ്, കെ ആണ് അല്ലേ. കെ എ ഇൻറ്റു സിഗ്മ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടോ, സിഗ്മ വി ആണ്. സിഗ്മ വി പറഞ്ഞാൽ എന്താ, സിഗ്മ വി ഈസ് ഇക്വൽ ടു ഗാമ സെറ്റ് അല്ലേ. നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഗാമ സെറ്റ് മൈനസ് 2 സി ഡാഷ്. ടാൻ സ്ക്വയർ 45 മൈനസ് 5/2 പറഞ്ഞാൽ കെ ആണ്. അപ്പോൾ ടാൻ എന്താവും, അതിൻ്റെ റൂട്ടാവും അല്ലേ. അപ്പോൾ റൂട്ട് കെ എ. ഇതാണ് നമ്മൾ ഇത്രയും നേരം ഡിറൈവ് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, ഇത് കാണാതെ പഠിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർസീവ് കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചല്ലോ. ഇനി നമ്മൾ അടുത്തൊരു, അതായത് ഈ ആക്റ്റീവ് കേസിൽ തന്നെ വരുന്ന ഒരു അടുത്തൊരു ടേമാണ് ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, പി എ നമുക്ക് എന്ത് കിട്ടി, ഇക്വേഷൻ പി എ ഈസ് ഇക്വൽ ടു കെ എ ഗാമ സെറ്റ് മൈനസ് 2 സി ഡാഷ് റൂട്ട് കെ എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് നോക്കാം, ഇതൊരു റീറ്റൈനിങ് വാളാണ് അല്ലേ. ഈ റീറ്റൈനിങ് വാളിൻ്റെ ടോപ്പിൽ എന്താണ് അവസ്ഥ, നമ്മൾ പറഞ്ഞു സെറ്റ് 0 ആണ്. അപ്പം അറ്റ് സെറ്റ് ഈസ് ഇക്വൽ ടു 0. ഈ കേസിൽ നമുക്ക് നേരത്തെ കേസിൽ സെറ്റ് 0 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും, കെ എ ഗാമ സെറ്റ് ആണ് അല്ലേ. ആ ഒരു ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ സെറ്റ് 0 കൊടുക്കുകയാണെങ്കിൽ പി എ മൊത്തത്തിൽ അങ്ങോട്ട് 0 ആയി പോകും അല്ലേ. പക്ഷെ ഇവിടെ അതല്ല സംഭവം. ഇവിടെ പി എ എന്തായി മാറും എന്നറിയോ, പി എ ഈസ് ഇക്വൽ ടു മൈനസ് 2 സി ഡാഷ് കെ റൂട്ട് കെ. കാരണം ഈ ടേം 0 ആവും, ഈ ടേം അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനൊന്ന് എർത്ത് പ്രഷർ ഡയഗ്രത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. ഇതാണ് നമ്മുടെ റീറ്റൈനിങ് വാള്. എർത്ത് പ്രഷർ ഡയഗ്രത്തിൻ്റെ ലൈൻ ഇതാ. അപ്പോൾ ഇത് നെഗറ്റീവ് ആണല്ലേ വന്നത്. അപ്പോൾ അത് ഈ ലൈനിൻ്റെ ഈ സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളത് മാർക്ക് ചെയ്യും. അതായത് 2 സി ഡാഷ് റൂട്ട് കെ. ഓക്കെ, 2 സി ഡാഷ് റൂട്ട് കെ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ എന്ത് വരും, കെ എ ഗാമ സെറ്റ് മൈനസ് 2 സി ഡാഷ് റൂട്ട് കെ. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് സൈഡിൽ എന്താണ്, ആ ഫുൾ വാല്യൂ തന്നെ താഴെ വരും. കാരണം സെറ്റ് അവിടെ ഉണ്ട്. ഇപ്പോൾ സെറ്റ് ഡെപ്ത് ഉള്ളൊരു റീറ്റൈനിങ് വാളാണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ അത് അത്രയും വാല്യൂ അത് അവിടെ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു എർത്ത് പ്രഷർ ഡയഗ്രം ആണ്. ഓക്കെ, ഇതാണ് എന്ത്, നമ്മുടെ കോഴ്സീവ് സോയിലിൽ ആക്റ്റീവ് എർത്ത് പ്രഷർ ഡയഗ്രം വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫിഗർ ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പോയിന്റിൽ, അതായത്
ഈ ഒരു പോയിന്റിൽ എർത്ത് പ്രഷർ എന്താവുന്നുണ്ട്? 0 ആവുന്നുണ്ട്. ആ ഒരു പോയിന്റ് 0 ആവുന്ന വരെയുള്ള ആ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് എന്ത്? നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത് സെറ്റ് സി എന്നാണ്. സെറ്റ് സി. ഓക്കെ, സെറ്റ് സി ആണ്. അതാണ് എന്ത്? ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക്. ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് സെറ്റ് സി എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, അതായത് ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് ആയിട്ട് എഴുതാം. ഡെപ്ത് അപ് ടു വിച്ച് ആക്റ്റീവ് എർത്ത് pressure is negative in cohesive soil. അതായത് ഡെപ്ത് അപ് ടു വിച്ച് ആക്റ്റീവ് എർത്ത് പ്രഷർ ഈസ് നെഗറ്റീവ് ഇൻ കോഹസീവ് സോയിൽ. അതാണ് എന്ത്? ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, ഇത് കോഹസീവ് സോയിൽ ആക്റ്റീവ് കേസിൽ മാത്രമുള്ളൊരു ഫിനോമിനയാണ്. ഓക്കെ, അതായത് ഈ ഡെപ്ത് വരെ, ഈ പെർട്ടിക്കുലർ സെറ്റ് സി പറഞ്ഞ ഡെപ്ത് വരെ ആക്റ്റീവ് എർത്ത് പ്രഷർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും, ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവുമാണ്. ഓക്കെ, ഇനി ഇതിൽ ഒരു ടേമും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ഡെപ്ത് ഓഫ് വെർട്ടിക്കൽ കട്ട്. ഇപ്പൊ നേരത്തെ വരച്ച ഫിഗറിന് ഞാൻ ഒന്നുകൂടെ ഇവിടെ വരയ്ക്കുകയാണ്, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ റീറ്റെയിനിങ് വാൾ ഇവിടെ ഉണ്ട്. റീറ്റെയിനിങ് വാൾ എപ്പോഴും ഈ എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കുന്നത് എന്തിനാ വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമ്മൾ ഒരു എർത്ത് പ്രഷർ ഡയഗ്രത്തിലേക്ക് നമ്മൾ റീറ്റെയിനിങ് വാൾ വെച്ച് എത്തുന്നത് എന്നുള്ളൊരു ഒരു ബോധം പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എപ്പോഴും അങ്ങനെ വരയ്ക്കുന്നത്. ഇത് നോക്കാം. ഇതാണ് എന്ത്? നമ്മൾ നേരത്തെ വരച്ച ഈ ഡയഗ്രം തന്നെ ഞാൻ ഒന്നുകൂടി വരച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏരിയ ഓഫ് എർത്ത് പ്രഷർ ഡയഗ്രം ആണ് ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ നെഗറ്റീവാന്ന് കിട്ടി, അല്ലേ? ഇനി ഇതേ ഡെപ്തിൽ, അതായത് സെറ്റ് സി എന്ന് പറഞ്ഞ അതേ ഡെപ്ത് വരെ പോസിറ്റീവായിട്ടുള്ളൊരു പോർഷനും ഇവിടെ കാണില്ലേ? സെറ്റ് സി എന്ന് പറഞ്ഞ അതേ ഡെപ്ത് വരെ പോസിറ്റീവായിട്ടൊരു പോർഷനും കാണില്ലേ? അപ്പോൾ ഈ പോർഷൻ, അതായത് ഈ താഴെ കാണുന്ന പോർഷനെ ഇഗ്നോർ ചെയ്തിട്ട് ഈ ടോപ്പിൽ കാണുന്ന ഈ പോർഷനിൽ മാത്രം ഇതൊന്ന് ടോട്ടൽ ആക്റ്റീവ് എർത്ത് പ്രഷർ എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് എത്രയാവും വരിക? ആ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവും റൈറ്റ് സൈഡിൽ പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെയുള്ള അതേ ക്വാണ്ടിറ്റി തന്നെ താഴെയും വരിക, മുകളിലുള്ള അതേ ക്വാണ്ടിറ്റി തന്നെ താഴെ വരികയാണെങ്കിൽ ടോട്ടൽ എർത്ത് പ്രഷർ അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് അങ്ങനെ 0 ആവുന്ന വരെ പോയിന്റ്, അതായത് സെന്റൻസ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെപ്ത് അപ് ടു വിച്ച് നെറ്റ് value of earth pressure is 0. അതാണ് എന്ത്? ഡെപ്ത് ഓഫ് വെർട്ടിക്കൽ കട്ട്. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു. അതായത് സെറ്റ് സി എന്ന് പറയുന്നത് എന്താണ്? ഈ ആക്റ്റീവ് എർത്ത് പ്രഷർ 0 ആയ പോയിന്റ് ആണ് എന്ത്? സെറ്റ് സി എന്ന് പറയുന്നത്. അപ്പോൾ കെ എ ഗാമ സെറ്റ് -2c' √KA = 0 ആവുന്ന പോയിന്റ് ആണ് എന്ത്? സെറ്റ് സി, അല്ലേ? അപ്പോൾ നമുക്ക് അതിനെ മാറ്റി എഴുതുമ്പോൾ കെ എ ഗാമ സെറ്റ് = 2c' √KA. അപ്പോൾ സെഡ്, ഈ കേസിൽ വരുന്ന സെഡിൻ്റെ പേരെന്താ? ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക്. സെറ്റ് സി = 2c' √KA ക്യാൻസൽ ആയിട്ട് ഗാമ √KA പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. അപ്പം ഇതാണ് എന്ത്? ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക്. ഓക്കെ, ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്കിൻ്റെ ഇക്വേഷൻ ചോദിച്ചാൽ ഇതാണ് 2c' ഗാമ √KA. അപ്പം ഡെപ്ത് ഓഫ് വെർട്ടിക്കൽ കട്ട് എന്ത് വരും? സെറ്റ് സി ഇൻറ്റു പ്ലസ് വീണ്ടും ഒരു സെറ്റ് സി. അപ്പോൾ എന്ത് വരും? 2 × 2
ഡെപ്ത് ഓഫ് വെർട്ടിക്കൽ കട്ട് എന്ന് പറയുന്നത് 2 ഇൻറ്റു സെറ്റ് സി അല്ലേ? അപ്പോൾ 2 ഇൻറ്റു സെറ്റ് സി എത്രയാണ് നമുക്ക് കിട്ടി? 2c ഡാഷ് ബൈ ഗാമ റൂട്ട് കെ എ ഈസ് ഇക്വൽ ടു 4c ഡാഷ് ബൈ ഗാമ റൂട്ട് കെ എ. ഇതാണ് എച്ച് സി, ഡെപ്ത് ഓഫ് വെർട്ടിക്കൽ കട്ടിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എച്ച് സി. ഓക്കെ, അതാണ് 4c ഡാഷ് ഗാമ റൂട്ട് കെ എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് പാസീവ് കേസ്, അതായത് നേരത്തെ ഡിറൈവ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ പാസീവ് എർത്ത് പ്രഷറിൻ്റെ കേസ് കൂടി നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഈ ഫിഗറിനെ ഒന്നുകൂടി മാറ്റി വൃത്തിയിൽ വരയ്ക്കാം. നേരത്തെ ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കേസ് തന്നെയാണ് ഇത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ നേരെ റിവേഴ്സ് കേസാണ് പാസീവ് കേസിൽ വരിക. ഓക്കെ, പാസീവ് ആണെന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ പാസീവിൽ എന്താ നമ്മൾ പഠിച്ചത്? പ്രഷർ നല്ല കൂടുതലാണ്. അപ്പോൾ പി പി എവിടെ വരും? ഇവിടെ വരും അല്ലേ? സിഗ്മ വി കുറവാണ്, അപ്പോൾ സിഗ്മ വി ഇവിടെ വരും. അപ്പോൾ മാക്സിമം അവിടെ എന്താ വന്നത്? അതായത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് അപ്പോൾ ഇവിടെ എന്താവും? സിഗ്മ 1 ഈസ് ഈക്വൽ ടു പി പി ആയിരിക്കും അല്ലേ? സിഗ്മ 3 അതായത് മിനിമം എന്തായിരിക്കും? സിഗ്മ വി ആയിരിക്കും അല്ലേ? ഇനി നമുക്ക് ഓരോ ടേംസ് ആയിട്ട് കൊടുക്കാം. എഫ് ഒ ബി എന്ന് കൊടുക്കാം, ഇത് ഇ എന്ന് കൊടുക്കാം, ഇത് സി എന്ന് കൊടുക്കാം. ഇത് റേഡിയസ് ആണ്, ടാൻജൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈന്. അപ്പോൾ ഇത് ഡി വരും. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതേ സ്റ്റെപ്പ് ഇവിടെ വീണ്ടും ഒന്നുകൂടി ചെയ്യാം. സൈൻ ഫൈ ഈസ് ഇക്വൽ ടു എന്ത് വരും? സൈൻ ഫൈ ഡി സി ഡി ബൈ എന്ത് വരും? ഇത് 90 ഡിഗ്രി അല്ലേ? അപ്പോൾ എഫ് സി അല്ലേ? എഫ് സി എന്ന് വരും. അപ്പോൾ സി ഡി എന്താ? റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് ആണെങ്കിൽ റേഡിയസിൻ്റെ വാല്യൂ ഇത്രയും നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താണ്? സിഗ്മ 1 മൈനസ് സിഗ്മ 3 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ എഫ് സി എന്ന് പറയുമ്പോൾ എന്താണ്? ഒ എഫ് പ്ലസ് എന്ത് വരും? ഒ സി വരും അല്ലേ? അപ്പോൾ സിഗ്മ 1 മൈനസ് സിഗ്മ 3 ബൈ 2 ഡിവൈഡഡ് ബൈ ഒ എഫിന് പകരം എന്ത് വരും? ഇത് സി ഡാഷ് അല്ലേ? ഇത് കോഷൻ എന്ന് പറയുന്ന വാല്യൂ ആണിത്. അപ്പോൾ നമുക്ക് എന്ത് വരും? സി ഡാഷ് കോസ് ഫൈ പ്ലസ് ഒ സി എന്ത് വരും? ഒ സി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് അല്ലേ? എന്താണ്? സിഗ്മ 3 പ്ലസ് സിഗ്മ 1 മൈനസ് സിഗ്മ 3 ഡിവൈഡ് ഇത് സിഗ്മ 1 മൈനസ് സിഗ്മ 3 ബൈ 2. ഇത് നമ്മുടെ സിഗ്മ 1 മൈനസ് സിഗ്മ 3 ബൈ 2 ആണ് അല്ലേ? അതിനോട് കൂടി ഈ സിഗ്മ 3 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഒ സി എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അപ്പോൾ അതെന്താണ്? സിഗ്മ 1 പ്ലസ് സിഗ്മ 3 ബൈ 2. ഓക്കെ, ഇനി നമ്മളിതിനെ നേരത്തെ പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. നേരത്തെ പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ഡാഷ് കോസ് ഫൈ പ്ലസ് സിഗ്മ 1 പ്ലസ് സിഗ്മ 3 ബൈ 2 ഇൻറ്റു എന്ത് വരും? സൈൻ ഫൈ ഈസ് ഇക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 3 ബൈ 2 അല്ലേ? ഇനി ഇതിനെ ഇൻറ്റു 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 സി ഡാഷ് കോസ് ഫൈ പ്ലസ് സിഗ്മ 1 പ്ലസ്, അല്ലെങ്കിൽ നമുക്കത് ഈ സ്റ്റെപ്പിൽ തന്നെ പുറത്തേക്ക് എടുത്ത് എഴുതാം. ഇൻറ്റു 2ഉം ചെയ്യും, നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണേ. സിഗ്മ 1 സൈൻ ഫൈ പ്ലസ് സിഗ്മ 3 സൈൻ ഫൈ ഇസ് ഈക്വൽ ടു
σ1 മൈനസ് σ3. ഈ നമ്മൾ നോക്കാം, നമുക്കിവിടെ എന്താ വേണ്ടത്? σ1 ആണ് വേണ്ടത്. അപ്പോൾ σ1നെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. σ1 ഇൻറ്റു sin phi σ1 sin phi minus σ1 is equal to σ3 sin phi minus σ3 minus 2c dash cos phi അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇനി എന്താ ചെയ്യേണ്ടത്? σ1-നെല്ലാം ഒരു σ1 σ3 പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 1 മൈനസ് സൈൻ ഫൈ വെച്ചിട്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? σ1 ഇസ് ഈക്വൽ ടു 2c ഡാഷ് കോസ് ഫൈ ബൈ 1 മൈനസ് സൈൻ ഫൈ പ്ലസ് σ3 1 പ്ലസ് സൈൻ ഫൈ ബൈ 1 മൈനസ് സൈൻ ഫൈ. ഇനി നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? σ3 ഇൻറ്റു, ഞാൻ ഈ ടേമിന് ആദ്യം എഴുതാണേ, σ3 ഇൻറ്റു ടാൻ സ്ക്വയർ 45 പ്ലസ് 5/2 പ്ലസ് 2c ഡാഷ് ടാൻ 45 പ്ലസ് 5/2 അല്ലേ? ഇനി നമുക്ക് എന്ത് കിട്ടും? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? σ1 എന്ന് പറഞ്ഞാൽ എന്താണ്? പി പി. അപ്പോൾ പി പി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? σ3 എന്ന് പറഞ്ഞാൽ എന്താണ്? σv ആണ് അല്ലേ? അപ്പോൾ σv ഇൻറ്റു ഇതെന്താണ്? ടാൻ സ്ക്വയർ 45 പ്ലസ് 5/2 നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്ത്? കെ പി പ്ലസ് 2c ഡാഷ് ഇതിൻ്റെ റൂട്ട് എന്താണ്? റൂട്ട് കെ പി. ഇതാണ് എന്ത് ഇക്വേഷൻ? നമ്മുടെ പാസീവ് എർത്ത് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ 2 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ പ്രോബ്ലംസ് എല്ലാം വരുന്നത്. അപ്പോൾ ഈ 2 ഇക്വേഷൻ നല്ല രീതിയിൽ ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് എർത്ത് പ്രഷർ ആകുമ്പോൾ σv ഇൻറ്റു കെ എ മൈനസ് 2c ഡാഷ് റൂട്ട് കെ എ വരും. ഇവിടെ അതെന്താവും? σv കെ പി പ്ലസ് 2c ഡാഷ് റൂട്ട് കെ പി എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ മാറും. അപ്പോൾ ആ പ്ലസും മൈനസും മാറിപ്പോകരുത്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എപ്പോഴും കുറഞ്ഞ പ്രഷറാണെന്ന് അറിയിക്കുക. അപ്പോൾ ഒരു 2 ന്യൂമറിക്കൽസിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴല്ലേ വാല്യൂ കുറയുക. അപ്പോൾ ആക്റ്റീവ് എർത്ത് പ്രഷർ കുറഞ്ഞത്, അപ്പോൾ മൈനസ് എന്നുള്ള സൈൻ ആയിരിക്കും അതിൻ്റെ ഇടയിൽ ഉണ്ടാവുക. പാസീവ് എർത്ത് പ്രഷർ കുറച്ച് കൂടിയതാണ് അല്ലേ? അപ്പോൾ അവിടെ എന്ത് വരും? പ്ലസ് വരും. അങ്ങനെയൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് അത് ഓർത്ത് വയ്ക്കുക, ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയ കാര്യങ്ങൾ. ഇനി നമുക്ക് വേറൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഓഫ് സർചാർജ് ആൻഡ് വാട്ടർ ടേബിൾ ഓൺ എർത്ത് പ്രഷർ. അതായത് നമ്മുടെ നോർമൽ ഗ്രൗണ്ട് ലെവൽ വിചാരിക്കുക. നമ്മുടെ നോർമൽ ഗ്രൗണ്ട് ലെവൽ ഇതാണ് വിചാരിക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് പ്രഷർ ഉണ്ടാവും. അതായത് ഇവിടെ കുറച്ച് എന്തെങ്കിലും തരത്തിലുള്ള സോയിലിൻ്റെ സെൽഫ് വെയിറ്റ് കാരണം, ഇതിപ്പോൾ കുറേ സോയിൽ പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതിൻ്റെ സെൽഫ് വെയിറ്റ് കാരണമുള്ള കുറച്ചൊരു പ്രഷർ ഇവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതിന് പകരം ഈ ഗ്രൗണ്ട് ലെവലിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു കൺസ്ട്രക്ഷനോ ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? പ്രഷർ കൂടും അല്ലേ? അപ്പോൾ സർചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷണൽ ലോഡ് ഡ്യൂ ടു ഓവർലേയിങ് സ്ട്രക്ചർ ഓർ മൂവിങ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഓവർലേയിങ് സ്ട്രക്ചർ പറഞ്ഞാൽ ആ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ളൊരു സ്ട്രക്ചർ വരികയാണെങ്കിൽ, ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഹൗസ് വരികയാണെങ്കിൽ, എന്തെങ്കിലും ഒരു തരത്തിലുള്ള കൺസ്ട്രക്ഷൻ വരികയാണെങ്കിൽ, അപ്പോൾ അവിടെ സർചാർജ് എന്താവും? ഒരു അഡീഷണൽ ലോഡായിട്ട് അവിടെ ആ ഒരു കൺസ്ട്രക്ഷനിൽ ലോഡ് ആക്ട് ചെയ്യും. അതാണ് സർചാർജ്. ഇപ്പം അഥവാ ഇതൊരു ബ്രിഡ്ജ് ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ബ്രിഡ്ജ് ആണെങ്കിൽ ഇവിടെ ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. അപ്പോൾ ഈ വെഹിക്കിൾ മൂവ് ചെയ്യുമ്പം ഈ മൂവിങ് ഒബ്ജക്റ്റിൻ്റെ പ്രഷർ കാരണം അവിടെയും ഒരു എക്സ്ട്രാ എർത്ത് പ്രഷർ ആക്ട് ചെയ്യുന്നില്ലേ? അപ്പോൾ അതും എന്താണ്? ഒരു അഡീഷണൽ ലോഡാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതിൽ കുറേ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ ബൈ ഹാർട്ട് ചെയ്യുക.
നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻസ് എല്ലാം ഒന്ന് ജസ്റ്റ് എഴുതി വയ്ക്കാം. അറ്റ് റെസ്റ്റ് ഓരോ ഇക്വേഷൻസും മറന്നു പോകാതിരിക്കാൻ വേണ്ടി എഴുതാണ്. അറ്റ് റെസ്റ്റിൽ എർത്ത് പ്രഷർ, അറ്റ് റെസ്റ്റ് എർത്ത് പ്രഷർ പറഞ്ഞാൽ എന്താണ്? P0 = K0 ഗാമ സെറ്റ്. ഇത് കൊഹസീവ് കൊഹഷൻലെസ് സോയിലാണ്. ഇനി എന്താണ്? ഇതുപോലെ പാസീവ് ആക്റ്റീവ് എർത്ത് പ്രഷർ = KA ഗാമ സെറ്റ്. ഇത് മറക്കരുത്. ഇനി പാസീവ് എർത്ത് പ്രഷർ = KP ഗാമ സെറ്റ്, മറക്കരുത്. ഇനി K0 അത് ഇത്ര ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക. ഇനി അടുത്തത് എന്താണ്? കൊഹസീവ് സോയിൽ. കൊഹസീവ് സോയിൽ നമ്മൾ 2 കേസാണ് പഠിച്ചത്. പാസീവ് എർത്ത് പ്രഷർ KA ഗാമ സെറ്റ് മൈനസ് എന്താ പഠിച്ചത്? -2C'√KA. ഇനി പാസീവ് എർത്ത് പ്രഷർ ആണെങ്കിൽ എന്ത് ചെയ്യുക? KP ഗാമ സെറ്റ് പ്ലസ് 2C'√KA കിട്ടും. ഓക്കെ. ഇനി ഓരോ കേസിലും, ഇനി ആക്റ്റീവ് കേസാണെങ്കിൽ രണ്ടിലും, കോഷൻലെസ്സിലാണെങ്കിലും കോസീവിലാണെങ്കിലും ആക്റ്റീവിൽ KA എന്ത് വരും? ആക്റ്റീവിൽ എന്താ വരിക? KA. ആക്റ്റീവ് കേസിൽ KA വരുന്നത് എന്താണ്? 1 - sin⁵/1 + sin⁵. ഓക്കെ. ഇനി അത് പാസീവ് ആണെങ്കിൽ എന്ത് വരും? KP അല്ലേ? അതെന്ത് വരും? 1 + sin⁵/1 - sin⁵. ഓക്കെ. ഇനി എന്താ? ഇനി എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് ആണെങ്കിൽ എന്ത് വരും? K0 = 1 - sin⁵, അല്ലെങ്കിൽ ν/1 - ν. ഇത് വളരെ റെയർ ആയിട്ടാണ് ചോദിക്കാറ്. പക്ഷെ ഇതാ 5 ആണ് മിക്കവാറും ക്വസ്റ്റ്യൻസിൽ നമുക്ക് തരാറ്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻസ് ഒക്കെ കുറച്ച് ലെങ്തിയാണ്, നമുക്ക് അത്രയ്ക്ക് എക്സാമിന് വരാറില്ല. പക്ഷേ ഈ ഫൈനലായിട്ട് നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കിയുള്ള 14 മാർക്സിനൊക്കെ വലിയ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻസ് വെച്ചിട്ടാണ്. സോ ഈ ഇക്വേഷൻസ് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ബൈ ഹാർട്ടാക്കി പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു.